1600-ലധികം സർവകലാശാലകളും 1,00,000+ കോഴ്സുകളും UG, PG, ഡിപ്ലോമ, MS വരെ ലോകമെമ്പാടുമുള്ള സാധ്യതകൾ. കൗൺസിലിംഗ് മുതൽ വിസ വരെ, ഫോറക്സ്, ലോൺ, ട്രാവൽ, അക്കോമഡേഷൻ എല്ലാം ഒറ്റ ടച്ച്. വിദേശ പഠനം ആഗ്രഹിക്കുന്നവർ ഉടൻ വിളിക്കൂ 9001 800 800120. നമസ്കാരം. ലോകമെമ്പാടുമുള്ള എല്ലാ ഫ്ലവേഴ്സ് ടിവിയുടെ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഫ്ലവേഴ്സ് കോമഡി, ഇത് ഐറ്റം വേറെ. ഒരുപാട് സ്നേഹത്തോടെ കാര്യക്കാരെ വിളിക്കാം. ചിരിച്ചുകൊണ്ട് ആദ്യം വന്നത് ടിനിച്ചേട്ട, നസീറിക്ക, ആൻ പ്രസാദേട്ട. നമസ്കാരം. നമസ്കാരം. സ്കിറ്റ് കണ്ടേ? എന്നാ ആദ്യം സ്കിറ്റ് എടുക്കട്ടെ. നമ്മളൊരു കൈഡി എന്നേ. കൊച്ചു പറഞ്ഞിട്ടുണ്ട് കൂടെ ശെൽവരാജും ശ്യാമും. ഒരു നല്ല കൈഡി. മര്യാദ എന്ന് പറഞ്ഞ സാധനമുണ്ട്. എന്റെ കല്യാണ ദിവസം 45 വയസ്സ് വരെ കാത്തിരുന്നിട്ടാണ് ഞാൻ കല്യാണം കഴിച്ചത്. എന്റെ ആദ്യ രാത്രി തന്നെ എന്റെ റൂമിലൊന്ന് കുടിക്കാൻ നിങ്ങളുടെ ആര് പറഞ്ഞു? എടാ, ഞാൻ കുടിച്ചിട്ട് തൊണ്ടി മുതലിന്റെ മേളില് നിന്നോട് ആര് പറഞ്ഞ വീട് വെക്കാൻ? എനിക്ക് പിന്നെ സഹകരിക്കടാ. സഹകരിക്കാൻ ഞാൻ സൊസൈറ്റി പാല് മേടിക്കാൻ വേണ്ടി ക്യൂ നിൽക്കുന്ന ആളല്ല ഞാൻ. എന്റെ ഭാര്യ പാലും കൊണ്ട് വരുമ്പോഴത്തേക്ക് എനിക്ക് കാത്തിരിക്കാൻ വേണ്ടി ചെറുപ്പക്കാരനാണ് ഞാൻ. അറിയാമോ? കല്യാണ ചെറുക്കൻ. കല്യാണ ചെറുക്കനല്ല നീ, പിന്നെ കല്യാണ മുതുക്കൻ. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. മനസ്സ വാച കർമ്മണ ഒന്നും അറിഞ്ഞുകൂടാത്തൊരു പഞ്ചഭാവമായ ചെറുപ്പക്കാരനാണ് ഞാൻ. അറിയാമോ? പഞ്ചഭാവത്തിന്റെ കട്ടിലിന്റെ അടിയിൽ നിന്ന് കുഴിച്ചെടുത്ത എന്നാന്നറിയാമോ? 4 മുത്തുച്ചിപ്പി 8 ഫയർ. ഈ പാവൊക്കെ നീ അവിടെ വച്ച് തീർക്കണം. അല്ല, അത് ഞാൻ വായിച്ച് വഷളാവാതിരിക്കാൻ വേണ്ടി കുഴിച്ചിട്ടതാണ്. എടാ, നീ നിന്നെ എന്തോരം വെളുപ്പിച്ചിട്ടും കാര്യമില്ല. നിങ്ങൾ ആ നിർത്തിക്കോണം. എനിക്ക് അതിനകത്ത് കൂടെ എന്നെ നിർത്താൻ. എടാ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഞങ്ങളുടെ ഡ്യൂട്ടി നീ തടസ്സപ്പെടുത്തിയാൽ നിന്നെ ഇതിനകത്ത് പ്രതിയേർക്കും. അപ്പൊ ആദ്യ രാത്രിയായിട്ട് എന്റെ ഡ്യൂട്ടി നിങ്ങളെ തടസ്സപ്പെടുത്തിയതാ? അതൊന്നുമില്ല. മൈ ഡ്യൂട്ടി ഈസ് മസ്റ്റ്. ഞാനിവിടെ കുഴിക്കും. എന്താണ് പ്രശ്നം? എന്താണ് സാറേ, ഇവൻ എന്നെ കൊണ്ട് കുടിക്കാൻ സമ്മതിക്കണമെന്ന്. വേറെന്താണ് ജോണി? എന്താടാ വെള്ളം? എന്താണ് സാറേ? എന്റെ ആദ്യ രാത്രിയല്ലേ കാര്യം പറഞ്ഞറിയാം. നിനക്ക് തീപ്പൊരി ബെന്നെ അറിയോളാ? തീപ്പൊരി ബെന്നെ അറിയോ? അറിഞ്ഞൂടാ. അറിയാന്ന് പറയടാ. അറിയാം. ഭയങ്കര ഗുണ്ടെന്ന് പറയടാ. ഭയങ്കര ഗുണ്ട. ആ, ബാക്കി ഞാൻ ഏറ്റ്. അപ്പൊ ഈ ഗുണ്ട നിനക്കറിയോ? ഈ ഗുണ്ട ഞാൻ അവന്റെ നബസ് നോക്കി ഇടിച്ചിട്ടുണ്ട്. നബസാ ഈ തിരുനെറ്റിയുടെ സെന്ററായിട്ട് നബസ് ഇടിച്ചിട്ട് അവനെ ആമസോൺ കാട്ടിക്കൊണ്ട് ഞാൻ കളഞ്ഞിട്ടുണ്ട്. അറിയോ? ആമസോൺ കണ്ട്. അതിന്റെ പേരിൽ ഇപ്പൊ എന്റെ പെങ്ങള് ഇപ്പോഴും ഞാൻ കിടക്കുന്ന റൂമിലെ ജനലിലൊന്ന് കല്ലെറിയോ? അറിയോ? ഈ വല്ലതും കിടന്ന ഗുണ്ടനെ അടിച്ചതിന് സാറിന്റെ പെങ്ങൾ എന്തിന് സാറിനെ കല്ലെടുത്തെറിയണ? പിന്നെ അളിയനെ ആമസോൺ കാട്ടിക്കൊണ്ട് കളഞ്ഞു കഴിഞ്ഞാൽ പെങ്ങളൊന്ന് കല്ലറിയില്ലേ? അതെല്ലാം സത്യം ചെയ്യും സാറേ. എന്റെ ആദ്യ രാത്രിയാണ് സാറേ. ഇന്ന് നിങ്ങൾ ഇത് മുടക്കം വരുന്നത് എന്തിനു സാറേ? എനിക്ക് സാറേ, ഇവന്റെ ആദ്യ രാത്രി കേൾക്കാൻ പറ്റില്ല. എനിക്ക് പെരുത്ത് കയറുന്നതാണ്. അവസ്ഥ. നീ എന്താണ് കിടന്ന് ബഹളം വെക്കുന്നത്? നീ എന്തിന്? ഇവന് വയസ്സ് 45. എട്ടന പെണ്ണിന് 25 വയസ്സ്. പിന്നെ പെരുക്കൂലേ സാറേ? ജോണി, നിനക്ക് എന്താണ് സാറേ? ഇതൊക്കെ ചോദിക്കാനും പറയാൻ ആളില്ലെന്ന് വിചാരിച്ചു. എന്തോ ആവാന്ന് വിചാരിച്ചു സാറേ. 45 വയസ്സെന്ന് പറഞ്ഞപ്പോ ഇയാൾ വിളിക്കുന്നത് എന്നെ മുതുക്കാന്ന്. സാറിനൊരു കാര്യം അറിയാമല്ലോ. ഇത് വിഗാണെന്ന് പറയൂ സാറേ. ഒരിക്കലും പറയൂല. കണ്ട ഇത് സിമന്റിന് പണിഞ്ഞു വെച്ചേക്കെന്നെ പറയൂ. ഇത് ഏത് മനുഷ്യനാ പണിഞ്ഞത്? എങ്ങനെയാ നിങ്ങൾ തമ്മിൽ ഇഷ്ടമായത്? എങ്ങനെയാ ഇഷ്ടമായെന്ന് പറഞ്ഞാൽ എനിക്ക് പ്ലംബിങ്ങിന്റെ പണിയാണ് സാറേ. ഞാൻ ഒരു ദിവസം ഇവിടെ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ഇവിടെ എനിക്ക് ചോറ് തന്നെന്ന് പറഞ്ഞാൽ അതിന്റെ കറിയാണ് അതിന്റെ ഹൈലൈറ്റ്. കൊഞ്ചില്ലേ സാറേ? കൊഞ്ച് നല്ല വഴുവാതെ കൊഞ്ചെടുത്ത് ഉള്ളി കൊത്തി അരിഞ്ഞ് ഇട്ടിട്ട് കുരുമുളക് കണ്ടല്ലേ വെതറിയിട്ട് എവരെയും ഒന്ന് കാച്ചി കറിവേപ്പിലിടുമ്പോ ഒരു പുക വരും സാറേ. അത് വന്ന് മൂക്കിൽ ഒന്ന് അടിക്കും സാറേ. സാറേ ആ ഉമ്മിതീര് ഇറക്കിയിട്ട് പറയാം കൊഞ്ച്. കൊഞ്ച്. ഈ കൊഞ്ച് കഴിച്ച് ഞാനും ഇവിടെ കൊഞ്ചി അങ്ങ് സ്നേഹമായി കല്യാണമായി സാറേ. സത്യം പറഞ്ഞ കൊഞ്ച് തന്ന കൈക്ക് എന്നെ കൊത്തി. സാറേ എനിക്ക് കിടക്കണം സാറേ. 11 മണിയായി സാറേ. കിടക്കാൻ പാടാ. ഇന്നലെ എനിക്ക് നൈറ്റല്ലായിരുന്നു. നമുക്ക് കിടക്കാൻ പാ. അല്ല സാറല്ല സാറേ, സാറിനോട്ടല്ല സാറേ. പിന്നെ അവനും കൂടെ വേണം. വാടാ, നമുക്ക് 3 പേർക്ക് കിടക്കാം. അയ്യോ, എന്റെ അമ്മാവോട് നോക്കിക്കൊണ്ടിരിക്കുക. അമ്മാവനെ വിളി, 4 പേർക്ക് കിടക്കാം. സാറേ, എനിക്ക് ഒരു പെണ്ണിന് കിടക്കണം. എന്നാ നിങ്ങൾ സെന്ററിൽ കിടക്കാം, നമ്മൾ മാറി കിടക്കാം. ഭയങ്കര രസമല്ലേ എല്ലാരും കൂടെ ഇങ്ങനെ ചന്ദ്രനെ കണ്ട് കിടക്കാം. അതൊക്കെ ഒരു പഴയ നൊസ്റ്റു. ഇങ്ങനെ എന്തോന്ന് പറയുന്നു സാറേ? എന്റെ കല്യാണം കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ശല്യം ചെയ്യുന്ന എന്ത് സാറേ? അറിയാം. നിന്റെ കല്യാണത്തിന് നിങ്ങൾ തമ്മിലുള്ള മറ്റേ അനൗൺസ്മെന്റ് കഴിഞ്ഞായിരുന്നോ? അനൗൺസ്മെന്റാ? മറ്റേ മോതിരം മാറുന്ന സംഭവം ഉണ്ടല്ലോ. ഓ, എൻഗേജ്മെന്റ്. അതെ, കഴിഞ്ഞിട്ട് എത്രേ? 3 മാസമായി. നീ പെണ്ണിനെ കൊണ്ട് സിനിമയ്ക്ക് വല്ലതും പോയായിരുന്നോ? ഇല്ല സിനിമയ്ക്ക് പോയില്ല. എന്നൊന്നും പേടിക്കണ്ട. നാളത്തെ ചെലവ് എന്റെ വക. നമുക്ക് 3 പേർക്ക് കൂടി പടത്തിന് പോയാലോ? പിന്നെ 2.5 മിനിറ്റുള്ള എൻട്രിയിൽ എന്നെ കാണിക്കുന്നില്ല. പിന്നെ 2 മണിക്കൂർ സിനിമ. ഈ കാര്യം ഞാൻ പറയാം.
ഇത് കാലഘട്ടം 2025 അതിന് വിശ്വസിക്കല്ലേ, നിന്നെ പറ്റിക്കും. പണി നിനക്ക് പാലും വെള്ളത്തിൽ കിട്ടുവേ. അങ്ങനെയൊന്നുള്ള ആളല്ല എന്റെ പെണ്ണ്. പിന്നെ? അവള് പറഞ്ഞേക്കുന്നത് എന്താ അറിയാമോ? രാവിലെ 7 മണിക്ക് അവൾ ഉറക്കൊഴിക്കും, ആ. പിന്നെ 9 മണിക്ക് അവൾ ഉറങ്ങും. ഇതിനിടയ്ക്ക് വാട്സാപ്പ് ചാറ്റ് അങ്ങനെയുള്ള ഒരു പരിപാടി ഇല്ലെന്നാണ് ആ പെണ്ണ് എന്നോട് പറഞ്ഞിരിക്കുന്നത്. ജോണി, ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ കറങ്ങുന്നു എന്ന് നീ പറഞ്ഞു കേട്ടിട്ടല്ലേ ഉള്ളൂ? അതെ അതെ അതെ. കണ്ടിട്ടില്ലല്ലോ. ഇല്ല, ഇല്ല, ഇല്ല. എല്ലാം ഒരു വിശ്വാസം, അത്രേ പറയാൻ പറ്റുള്ളൂ. സാറേ കടക്ക, ഇതേപോലെ എനിക്കും ഉണ്ടായിരുന്ന ഒരു കാമുകി. ഇവള് ആകെ ഒരു ഉന്മേഷമില്ലാത്ത അവസ്ഥ. ഞാൻ പറഞ്ഞു, മോളെ നിനക്കൊന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടി നിനക്ക് എന്ത് വേണം? ചേട്ടാ എനിക്കൊരു ആക്റ്റീവ വേണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2 ദിവസത്തിലുള്ള ഒരു ആക്റ്റീവ ഞാൻ മോട്ടിച്ചു കൊണ്ട് കൊടുത്തു. എന്നിട്ട് അവൾ ആക്റ്റീവ് ആയ? ആക്റ്റീവ് ആയോന്ന് 2 ആഴ്ച മുമ്പ് കൊടൈക്കനാലിൽ നിന്ന് അവള് വിളിച്ചേക്കണു. ചേട്ടാ ഞാൻ ദേ കൊടൈക്കനാലിൽ നിൽക്കണ്. മിനിഞ്ഞാന്ന് ഊട്ടിന്ന് വിളിച്ചേക്കണ്. ചേട്ടാ ആക്റ്റീവയില് ഞാൻ ഊട്ടിയിൽ നിൽക്കണ്. ഇന്നലെ വൈകുന്നേരം മൂന്നാറിൽ നിന്ന് വിളിച്ചേക്കണു. ചേട്ടാ ആക്റ്റീവയായിട്ട് ഞാൻ ദേ മൂന്നാറിൽ നിന്നു. ഈ ആക്റ്റീവ 3G ആണ് മേടിച്ചു കൊടുത്തത് അല്ലേ? ഓ എങ്ങനെ മനസ്സിലായി? അല്ല, ഈ കഥ കേട്ടപ്പോഴേ മനസ്സിലായി 3G ആണെന്ന്. സാറേ, നിങ്ങൾ മാത്രമല്ല എന്റെ പ്രശ്നം. ഞാൻ നടന്നു പോണതാ ഈ വഴി. ആ വഴി സുരേഷ് അടച്ചു വെച്ച്. ഇത് നടക്കണ കാര്യമാണോ സാറേ? നടക്കണ കാര്യമല്ലേ സുരേഷ് അടച്ചു വെച്ചത്? സാറിന് പറഞ്ഞ മനസ്സിലായില്ലേ സാറേ? ഞാൻ നടന്നു പോണ വഴി സുരേഷ് വന്ന് അടച്ചു വെച്ച്. ഇത് നടക്കണ കാര്യമാണോ സാറേ? നടക്കണ കാര്യമല്ലേ സുരേഷ് അടച്ചു വെച്ച? പിന്നെ നടക്കണ കാര്യം എന്നോട് ചോദിച്ചാൽ അതെ, അതല്ല സാറിന് ഇത് മനസ്സിലായില്ലേ സാറേ? അല്ല, മനസ്സിലായി. അല്ല, ഞാൻ നടന്നു പോണ വഴിയാണ്. അതാണ് അടച്ചു വെച്ചത്. തിരുത്തിക്കണം സാറേ. ഇവൻ പറഞ്ഞ സാറിന് മനസ്സിലായില്ല. സംഭവം അറിയോ? ഇവൻ നടന്നു പോണ വഴി സുരേഷ് അത് അടച്ചു വെച്ചു. അത് നടക്കണ കാര്യമാണോ? അല്ല, അത് നടക്കണ കാര്യമല്ലേ ഞാൻ പറഞ്ഞത്. അല്ലെന്നേ. അല്ല സാറേ, ഞാൻ കാണിച്ചു തരാം. സുരേഷ് അടച്ചു വെച്ച വഴി അതാണ്. അതെ, ഞാൻ എന്താണ്ടേ നടന്നു വരെയാണ്. അടച്ചു വെയ്. അടച്ചു വെച്ചു. അടച്ചു വെച്ചു. ഇത് നടക്കണ കാര്യമാണ്. നടക്കണ കാര്യമല്ലേ പുള്ളി ഇപ്പൊ അടച്ചു വെച്ച? പിന്നെ അതെന്തോ? പിന്നെ എനിക്കിവിടെ മനസ്സിലായ ഒരു കാര്യം ഞാൻ പറയാം. എന്തോ കാര്യം? ഇത് നടക്കണ കാര്യമല്ല, മാറ്റർ വേറെ പിടി. പിന്നല്ല എന്റെ പൊന്നെണ്ണ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടാ. ഈ ആളില്ലാത്ത വീട്ടിൽ നിങ്ങൾ എങ്ങനെയാണ് കയറി മോട്ടിക്കണത്? മോനെ, മോഷണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഒരു കലയാണ്. കലയാണ്. നമ്മൾ ആദ്യം മോഷ്ടിക്കുന്ന വീട്ടിൽ കയറിയിട്ട് അവിടുത്തെ താക്കോലിടും. എന്നിട്ട് അവരുടെ കുളിമുറി പോയിട്ട് അവരുടെ സോപ്പ് എടുത്ത് വെച്ച് ഈ താക്കോൽ അതുമ്പോ വെച്ച് ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് എടുക്കും. എന്നിട്ട് അതിട്ടാണ് നമ്മൾ മോഷ്ടിക്കുന്നത്. അറിയാവാ? അല്ല, പെറമത്തം ചൊറിയണത് തന്നെ എന്നാ ഭയങ്കര ചോർച്ചിടാ. ഈ താക്കോലെടുത്ത് പതിപ്പിക്കുന്ന സോപ്പില്ലേ, അത് വെച്ച് കുളിച്ചിരുന്നെങ്കിൽ നീ ഇങ്ങനെ ചൊറിയില്ലായിരുന്നു. സാറേ, ഇവിടെ വെച്ചാരാധനയുള്ള തറവാടാണ്. ഇവിടെ വെച്ചാരാധനയുള്ള തറവാടാണ്. അതുകൊണ്ട് നിങ്ങൾ പെട്ടെന്ന് ഇറങ്ങി പോണേ. ഈ വെച്ചാരാധന അതായത് ഞാൻ രാവിലെ ഇപ്പൊ 500 മരുന്ന് മേടിച്ച് വെക്കും. എന്നിട്ട് ഇവിടെ കുളിച്ച് ഈറിനോടെ വന്നിട്ട് എന്റെ മുത്തച്ഛന്മാർക്ക് എല്ലാവർക്കും കൂടെ ഒഴിച്ച് വെച്ചിട്ട് ഞാൻ വെച്ച് ഇങ്ങനെ ആരാധിക്കും. അതെയോ? എടാ, നിനക്ക് കൂച്ചണമെങ്കിൽ സ്വന്തമായിട്ട് കൂച്ചണം. നീ എന്തിനാ മുത്തച്ഛന്മാരെ തലയെ കൊണ്ടുവയ്ക്കണം? ഇതിന് വെച്ചാരാധന എന്നല്ല പറയണത്, തനിപ്പിടി ഒളിച്ചടി. അല്ല, ഞാൻ എന്റെ കുടുംബത്തിന്റെ മഹിമ പറഞ്ഞാണ് സാറേ. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. മഹിമേ? മഹിമ എന്ന് പറഞ്ഞാൽ എന്റെ കുടുംബത്തിന്റെ മഹിമയാണ് നമ്മൾ മനസ്സിലാക്കണം. തേജസ് മനസ്സിലാക്കണം. എന്റെ കുടുംബം എന്ന് പറഞ്ഞാൽ ഓച്ചിറയാണ്. ഓച്ചിറയാണ് ഈ മഹിമ ഉള്ളത്. എനിക്കറിയാം. ഏത്? ഇവിടെ ഒരു സീസണിൽ 150 കളി കളിക്കുന്ന ഓച്ചിറ മഹിമയല്ലേ? അതിനായിട്ട് ചർച്ചയുണ്ട്. അയ്യോ, നാടകത്തിന്റെ കാര്യമല്ല, കുടുംബത്തുള്ള മഹിമയാണ് ഞാൻ പറഞ്ഞത്. എന്റെ വീട്ടിന്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വലിയൊരു ഫോട്ടോയിൽ അമ്മാവൻ ഇരിപ്പുണ്ട്, കണ്ടിട്ടുണ്ടോ? ഞാൻ പല പ്രാവശ്യം ശ്രദ്ധിച്ചേണ്ട ഒരു പനന്തേകയുടെ ഫോട്ടോ അങ്ങനെ ഫ്രെയിം ചെയ്ത് വെച്ചേക്കാം. എന്റെ പീതാംബരാമാവനാത് പനന്തേക എന്ന് വിളിക്കുന്നു. പിന്നെ നിങ്ങൾ ഈ പറഞ്ഞതിൽ ഒരു ലോജിക് ഉണ്ട്. അതായത് എന്റെ പീതാംബര അമ്മാവന്റെ ഫോട്ടോ കണ്ടിട്ടാണ് ഒരു കാര്യം മനുഷ്യർക്ക് മനസ്സിലായത്. എന്തോ സാറേ? പനന്തേങ്ങയിൽ നിന്നും മനുഷ്യന്റെ രൂപം ഉണ്ടാക്കാമെന്ന് മനസ്സിലാക്കിയോ? അതുകൊണ്ട് അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഈ പറഞ്ഞ കാര്യം തെറ്റാണ് കേട്ടോ. പക്ഷേ എന്റെ പൂജാമുറിയിൽ വരെ എന്റെ പീതാംബരാമാവന്റെ ഫോട്ടോ ഞാൻ വെച്ചേക്കുന്നത്. പിന്നെ എന്റെ പീതാംബരാമാവൻ പറഞ്ഞു SI ടെസ്റ്റ് ഫസ്റ്റ് റാങ്ക് കൂടെ പാസ്സാവണമെന്ന് പറഞ്ഞു. ഞാൻ ഫസ്റ്റ് റാങ്ക് കൂടെ പാസ്സായി. പീതാംബരാമാവൻ പറഞ്ഞു കാണാൻ കൊള്ളാവുന്ന ഒരു പെൺകൊച്ചിനെ കെട്ടണമെന്ന് പറഞ്ഞു. സുന്ദരിയായ ഒരു പെൺകൊച്ചിനെ ഞാൻ കെട്ടി. പിന്നെ അമ്മാവൊന്നും പറഞ്ഞില്ലേ? പിന്നെ അമ്മാവൻ പറഞ്ഞു ഒരു 2 നില വീട് വെക്കാൻ പറഞ്ഞു. ഞാൻ വീട് വെച്ചു. അമ്മാവൻ പിന്നൊന്നും പറഞ്ഞില്ലേ? പിന്നെ പറഞ്ഞു ഒരു ചുറ്റുമതിൽ പണിയാൻ പറഞ്ഞു. വീട്ടിന് ചുറ്റുമതിൽ പണിഞ്ഞു. പക്ഷെ ഇപ്പൊ എനിക്ക് ആ വീട്ടിലോട്ട് കയറാൻ വയ്യ. അയ്യോ, അമ്മാവൻ ഗേറ്റ് പണിയാൻ പറഞ്ഞില്ല. അയ്യോ, അങ്ങനെ വിഷയം. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് ഇറങ്ങി പോകണം സാറേ. എന്റെ കല്യാണം ആ പെണ്ണിൽ എന്നെ കാത്തിരിക്കുകയാണ് സാറേ. എടാ, ആയിക്കോട്ടെ. നിങ്ങളിത് പറഞ്ഞ കേൾക്കാത്ത കാര്യം എന്തിനാണ്? നിങ്ങൾ പറഞ്ഞാൽ മനസ്സിലാവൂലേ? ഞാൻ പറഞ്ഞ കേൾക്കൂലേ? ഞാനിവിടെ തൊണ്ടി മുതൽ എടുത്തിട്ടാ പോകുള്ളൂ. നീ തൊണ്ടി മുതൽ എടുത്തിട്ടോ? ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഞാൻ ഇപ്പൊ പോകാനുള്ള വഴി ഞാൻ ഇപ്പൊ കാണിച്ചു തരാം സാറേ. പോലീസ് ഒന്നും ഞാൻ നോക്കൂല കേട്ടോ.
45 ആവശ്യമല്ലാതെ ഒരു വീട്ടിൽ കയറി നിന്നെ കാണിക്കാനുള്ള കാര്യം എന്തൊരു ബഹളമല്ലേ? കല്യാണം കഴിക്കാത്ത ബാക്കിയുള്ളവർ കല്യാണം കഴിക്കാത്ത പോലെ നീ ചെയ്യണ ജോലി എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. എന്താണ്? എന്നെ പോലീസിൽ എടുക്കാവോ? നമുക്ക് ഒരുമിച്ച് കേസ് അന്വേഷിക്കാം. തേജസ്, എന്തോ? നിനക്കൊരു കുറവുമില്ലല്ലേ? ഇല്ല. ഇപ്പൊ എവിടെ നിറങ്ങിക്കോണം? രണ്ടും ഇപ്പൊ എന്റെ വീട്ടിൽ നിറങ്ങിക്കോണം. ഇതെന്തിനാ ഈ തോക്കും ആള് വിട്ടു വന്നേക്കണേ? വെടിവെച്ച ചത്തില് ഞാൻ വെട്ടിയാൻ കൊണ്ടു. എന്റെ സാറേ, നമ്മളിവിടെ എന്ത് കാര്യത്തിന് ഇവിടെ കുഴിച്ചോണ്ടിരുന്നത്? അത് നീ എല്ലാം പറഞ്ഞ തൊണ്ടി പോലെ ഇവിടെ കുഴിച്ചിട്ട് വന്നു. ആ തോണ്ടി മുതലാണ് ഈ തെണ്ടിയുടെ കയ്യിലിരിക്കുന്നത്. അയ്യോ, ഇതങ്ങനെ എന്റെ കയ്യില് എവിടെ തെറ്റിയത്? വീട് വെക്കാൻ നേരത്തെ കുഴിച്ചപ്പോ കിട്ടിയ സാധനമാണിത്. എന്നാ പിന്നെ ഇത് നമ്മളിവിടെ ആദ്യം കുഴിക്കുമ്പോൾ നിനക്ക് പറഞ്ഞുവിടായിരുന്നു. നിങ്ങൾ വന്നപ്പോ എടുത്ത് കാര്യം പറഞ്ഞില്ലല്ലേ ഇതാണ് സാധനം എന്ന് പറഞ്ഞില്ലല്ലേ? പിന്നെ ഞാൻ തന്നെ പറയണം. എടാ, നമ്മളത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ച് സ്കിറ്റ് തീർന്നില്ലേ? കണ്ടന്റ് വേണ്ട സ്കിറ്റിന്. അപ്പൊ ഇത് ഒന്നുമില്ലാതെ അവിടെ ഇറങ്ങി പോവാനാ. അപ്പൊ ഞാൻ ഇതെന്ത് ചെയ്തിട്ട് ഉടനെ ക്ലൈമാക്സ് അവന്റെ കയ്യിൽ. അത് ശരി. അപ്പൊ എന്റെ കയ്യിലാണല്ലേ ക്ലൈമാക്സ്? ആ നല്ല സ്കിറ്റായിരുന്നു. കൊച്ചുവർദ്ധി കേട്ടോ, കൺഗ്രാറ്റുലേഷൻസ് കേട്ടോ. ബെസ്റ്റ് കൊമേഡിയൻ അവാർഡ് അല്ലേ, സ്നേഹസ്പർശത്തിന്റെ. അതിനൊരു സ്പെഷ്യൽ കൈയടി. നസീർക്ക കുഴപ്പമില്ലായിരുന്നു, എന്നാൽ ചെറിയ ചെറിയ കുഴപ്പങ്ങളും ഉണ്ടായിരുന്നു. നല്ല ത്രെഡായിരുന്നു, പക്ഷെ ആ ത്രെഡിനെ മാത്രം എയിം ചെയ്ത് പോയിരുന്നെങ്കിൽ നല്ല രീതിയിൽ കൊണ്ടുപോകാമായിരുന്നു. നിങ്ങൾ ആ ത്രെഡിൻ്റെ അകത്ത് ഇപ്പം ഒരാളുടെ ഫസ്റ്റ് നൈറ്റ് നടക്കുന്ന റൂമിൽ ഒരു തൊണ്ടി മുതൽ കുഴിച്ചിട്ടിട്ടുണ്ട്. അതെടുക്കാനായിട്ടൊരു കള്ളനെ കൂട്ടി പോലീസുകാരൻ വരുന്നു. ത്രെഡ് നല്ലതാണ്, പക്ഷേ അതിൽ നിന്ന് വിട്ടിട്ട് ഇതിന് ഇടഭാഗങ്ങളിലൊക്കെ പറഞ്ഞ വേറെ കഥകളൊക്കെ ഇതുമായിട്ട് സിങ്കില്ലാത്ത കുറേ കാര്യങ്ങൾ നമ്മൾ ചില കൗണ്ടറുകൾക്ക് വേണ്ടിയിട്ട് എവിടെയെങ്കിലും ഓർത്തൊരു കൗണ്ടർ എഴുതി വെക്കും. എഴുതി വെച്ചിട്ട് അത് ഏതെങ്കിലും ഒരെണ്ണത്തിനകത്ത് കൊണ്ട് പോസ്റ്റ് ചെയ്യാൻ നോക്കിയാൽ ചിലപ്പോൾ അത് വിറ്റ് പോവില്ല. ഇവിടെ സംഭവിച്ച അതാണ്. ചിരിക്കാൻ അത്യാവശ്യം അവിടെ ഇവിടെയൊക്കെ ഉണ്ട്, പക്ഷേ നിങ്ങൾ മാറ്റർ വേറെയാണ് പറയുന്നത്. ഈ ഇതുമായിട്ട് ബന്ധപ്പെട്ടതല്ല. ഇതിൻ്റെ കഥ നല്ലൊരു കഥയാണ്. കൗണ്ടറുകളൊക്കെ നന്നായി, പക്ഷേ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പോരാ, കുറച്ചുകൂടെയൊക്കെ ആക്കണം. എന്നാലല്ലേ നമുക്ക് പ്രേക്ഷകർക്കും ഒക്കെ ചിരിക്കാൻ പറ്റുള്ളൂ. അപ്പം അടുത്ത പ്രാവശ്യം അതിനുവേണ്ടി ശ്രമിക്കണം. ഇങ്ങനെ അവിടെ നിന്ന് എടുത്തിട്ട് ഇതിൻ്റെ അകത്ത് ഇത് ചേരുമെന്നും പറഞ്ഞ് ഇവിടെ കൊണ്ട് വെക്കരുത്. ചിലപ്പോൾ ചേർന്നൊന്നും വരികയല്ല, അതാണ് പറ്റിപ്പോയത്. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു നസീർക്ക. ചേട്ടാ, ആ ക്ലൈമാക്സ് കാണുമ്പോഴും കേൾക്കുമ്പോഴും നമുക്കറിയാം ഒരു കോമഡി ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. അത് നമ്മൾ നിസ്സാരവൽക്കരിക്കണില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ത്രെഡിന് വേണ്ടിയിട്ട് കോമഡി ആർട്ടിസ്റ്റുകൾ കഷ്ടപ്പെടുന്നത് എത്രമാത്രമാണെന്നുള്ളത് നമ്മൾ ആർട്ടിസ്റ്റായിട്ട് വളരെ ക്ലോസ് ആയിട്ട് പെരുമാറുമ്പോൾ അറിയാം. കാരണം ഓരോ നിമിഷവും മാറ്റിക്കൊണ്ടിരിക്കുകയല്ലേ. ഇപ്പം നാടകമാണെങ്കിൽ കുഴപ്പമില്ല, ഒരു സബ്ജക്റ്റ് എടുത്ത് അങ്ങ് പോയാൽ മതി. ഇത് സെക്കൻഡ് കൗണ്ടറുകളും തമാശകളും വേണം. അതിനിടയ്ക്ക് ഇതുപോലത്തെ ഒരു പുതിയൊരു സംഭവം കൊണ്ടുവരുന്നത് തന്നെ സർപ്രൈസാണ്. ഒരു ആദ്യ രാത്രി അവിടെ ഒരു തൊണ്ടി എടുക്കുന്നു, ഇട്ട തൊണ്ടി പോലെ അന്ന് രാത്രി കുഴിക്കും. അത് തന്നെ ആദ്യ രാത്രി നടക്കുന്നില്ല. ആ ഒരു സ്ട്രഗിളിലേക്ക് നിങ്ങൾ ഫോക്കസ് ചെയ്തെങ്കിൽ, പിന്നെ നസീർക്ക പറഞ്ഞ അത് തന്നെയാണ്, അതിലേക്ക് എയിം ചെയ്തിരുന്നെങ്കിൽ അതിൽ നിന്ന് മാറി വേറെ ത്രെഡിലേക്ക് പോയി പിന്നെ ക്ലൈമാക്സ് തോക്കും ഇതുകൊണ്ടൊന്ന് തീർത്തു. പക്ഷെ ഞാൻ കുറ്റം പറയുന്നതല്ല, നമ്മൾ ഇവിടെ ഇരിക്കുമ്പോൾ നമ്മുടെ തൊഴിൽ ചെയ്യാതെ പറ്റില്ലല്ലോ. അപ്പോൾ നിങ്ങൾ അസാധ്യ ആർട്ടിസ്റ്റുകളാണ്. ഇതുപോലെ പെർഫോം ചെയ്യുന്ന ലോകത്തൊരു ആർട്ടിസ്റ്റുകൾ ഉണ്ടാവില്ല. കോമഡി ആർട്ടിസ്റ്റുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെയും 4 കാലേ വീഴുള്ളൂ. നിങ്ങൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ഒരു മടി വിചാരിക്കാണ്ട് ഒരു 100% നിങ്ങൾ ചെയ്തു നോക്കാം. പിന്നെ ഫെയിലർ ആയാലും കുഴപ്പമില്ല, അതിനൊരു റിസൾട്ട് പിന്നെ വരും കേട്ടാ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. എനിക്കിതാണ് പറയാനുള്ളത്. ആ ത്രെഡിനെ ബേസ് ചെയ്ത് അങ്ങോട്ട് ഫോക്കസ് ചെയ്ത് പോയിരുന്നെങ്കിൽ നന്നായിരുന്നു. താങ്ക് യു ചേട്ടാ. എനിക്ക് ഒറ്റ കാര്യമുള്ളൂ പ്രതിഭ ചോദിക്കാനുള്ളത്. ഒരു കല്യാണ ദിവസം ആദ്യ രാത്രി ദിവസം അവിടെ ചെറുക്കൻ പെണ്ണിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഒരു പോലീസും വേറൊരു കള്ളനും വന്ന് അവിടെ കുഴിക്കുക എന്ന് പറഞ്ഞാൽ അത് നടക്കണ കാര്യമാണോ? കോമഡിക്ക് അങ്ങനെ എത്തിക്കൊന്നും നോക്കണ്ടല്ലോ. എന്നാ പോലും എന്താ ആ ദിവസം അവർക്ക് വേറെ ദിവസത്തേക്ക് ആകാമല്ലോ. അത് പിന്നെ ഈ നടത്തണ്ടേ എന്താണ് കല്യാണം, അതുകൊണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഇവരെല്ലാവരും പറഞ്ഞ കാര്യം തന്നെയാണ്. നമ്മൾ ആ ത്രെഡിൽ നിന്നൊക്കെ മാറിപ്പോയി. അതിനകത്ത് മാത്രം ഇവർ പിടിച്ചില്ല. ആ പറഞ്ഞ സംഭവത്തിൽ നിന്ന് മാറ്റി പറയാനായിട്ട് ഒന്നുമില്ല. നിങ്ങൾ ആ റൂട്ട് പിടിച്ചില്ല, അതിൽ നിന്നൊക്കെ മാറിപ്പോയി. കുറച്ച് കൗണ്ടറുകളൊക്കെ ശ്യാം പറഞ്ഞു. അച്യുതണ്ടിൻ്റെ കഥ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് വന്നൊരു കൗണ്ടർ പറഞ്ഞിട്ട് ടീം എന്ന് പറഞ്ഞ് താഴത്തേക്ക് പോകുന്നു, വീണ്ടും വന്ന് ഇടയ്ക്ക് ഒരു കൗണ്ടർ പറയുന്നു. അങ്ങനെ ആ സാധനങ്ങളൊക്കെ നന്നായിട്ട് ചെയ്തു. എന്നാലും സെൽവൻ ഇടയ്ക്ക് ഒന്നിങ്ങനെ ഒരു സാധനം പറയുന്നു, താഴത്തേക്ക് പോകുന്നു. അങ്ങനെ നല്ല കുറേ സാധനങ്ങൾ ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ പെർഫോമൻസ് കണ്ട് നമ്മൾ പൊട്ടിച്ചിരിച്ചിട്ടുണ്ട്. ഗംഭീര കോമഡികൾ നിങ്ങൾ അവതരിപ്പിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഗംഭീരമായ സ്കിറ്റ് ഇതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇത് ആ ലെവലിൽ വന്നില്ലെന്നേ ഉള്ളൂ. പക്ഷേ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ഈ സ്കിറ്റിന്റെ മാർക്സ് ആരാണ് ആദ്യം തരുന്നത്? പ്രസാദേട്ടാ, ഞാൻ തരാം. എത്ര കൊടുക്കാം? ഒരു 10,000 തുടങ്ങാം. 10,000 രൂപ. ഞാനാണ്. നസീർക്ക? ഞാനൊരു 9 രൂപ. 19,000 രൂപ. അയച്ചോട്ട് ചേട്ടാ. കൊച്ചുപ്രദീപിനാണ് അതിനെ തന്നെ ബാക്കി, അല്ലെങ്കിൽ ചിരിക്കൂല, ദേഷ്യം പേടിപ്പിക്കും നമ്മളെ. ടോട്ടൽ എമൗണ്ട് 30,000 രൂപ.
അടുത്ത പ്രാവശ്യം ഉഷാർ റൈറ്റ് ആയിട്ട് വരണം സാർ. അപ്പൊ അടുത്ത പ്രാവശ്യം ഓക്കെ. Okay. ഇനിയും സൂക്ഷിച്ച് കുഴിച്ചിടണേ. ശരി. ഓക്കെ, താങ്ക് യു. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ. അടുത്ത ടീമിനെ വിളിക്കാൻ പോവാ. ഈ ടീമിൽ നമ്മുടെ കുടുംബത്തിലേക്ക് ആദ്യമായിട്ട് വരുന്ന ഒരു പുതിയ ആളും കൂടെ ഉണ്ട്. അതാരാ? ഓക്കെ, വിനോദേട്ടനും ഉണ്ട്, വിഷ്ണു ഉണ്ട്. കൂടെ നമ്മുടെ കുടുംബത്തിലേക്ക് ആദ്യമായിട്ട് വലതുകാല് വെച്ചു വരുന്നു അവൻ. പേര് കിരൺ. നല്ലൊരു കൈയടി. ഹലോ, ആ ഞാനാ OR കുട്ടൻ. ഒറാങ്കുട്ടനല്ല, OR കുട്ടൻ. ആ ഞാനേ എന്റെ മോളുടെ വയറുകാണൽ ചടങ്ങ് പറയാൻ വേണ്ടി വിളിച്ചതാ. ആ അതെ അതെ, എല്ലാരും പറഞ്ഞു എന്റെ മരുമോനെ ഞാൻ ഈ വീട്ടിൽ കയറ്റത്തില്ല, അവന്റെ കാല് ഞാൻ തല്ലി ഓടിക്കും പെരക്കകത്ത് കയറി. ഗിരിജ ഒരു മിനിറ്റ്, എന്റെ വീട്ടിലൊരു ഡാഡി ഗിരിജ വന്നേക്കുന്നു. ആരാ? ചൂസിട്ട വൈറ്റാട്ടിയോ? ആ ഞാൻ പണ്ടേ ഇത്തിരി ഫ്രീക്കാ. ഒരു മിനിറ്റ്. എടാ നീ ഫ്രീക്കല്ല, നീ കിറുക്ക്. ഇറങ്ങ് എന്റെ ക്ലീൻ ഷേവ്ഡ് ലാൻഡിൽ. ക്ലീൻ ഷേവ്ഡ് ലാൻഡ്. ആ ചെത്തിയ മുറ്റത്തുനിന്ന്. ഓ അങ്ങനെ അങ്ങനെ പെട്ടെന്നൊന്നും എന്നെ കൊണ്ട് ഇറക്കി വിടാൻ വേണ്ടി നിങ്ങൾക്ക് പറ്റുന്നില്ല. പിന്നെ നീ എന്തിനാണ് ഇവിടെ വന്നത്? എനിക്ക് വയറ് കാണണം. ഷോ, പാവപ്പെട്ട ഒരുത്തൻ കുറെ നാളായിട്ട് നിർബന്ധിക്കുന്നത്. എന്നാ കണ്ടോ, ഇച്ചിരി പഴയ വയറാ. ഇത് വയറാണ് അതാ കുടൽ കിണറാണ്? ഈ വൃത്തിയായിട്ട വയറിന്റെ കാര്യമില്ല പറഞ്ഞത്. എന്റെ രാധുവിന്റെ വയർ എനിക്ക് കാണണം. ഒരു കാരണം വെച്ചാലും സാധിക്കത്തില്ല. കാര്യം എന്തെന്ന് പറയുക? കാര്യം എന്തെന്നാ? എടാ 6 മാസം മുന്നേ നീ എന്നെ ഇടിച്ച് പഴിപ്പിച്ചിട്ടല്ലേടാ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. പിന്നെ പഴിപ്പിക്കാൻ വെക്കാൻ നിങ്ങൾ പാളയം കൂടെ പഴമാണല്ല. ഞാൻ പഴയ മിമിക്രിക്കാരനെ, ഇങ്ങനെ കുറച്ച് തിങ്സ് ഒക്കെ വരും. അല്ല എനിക്ക് അറിഞ്ഞൂടാത്തോണ്ട് ചോദിക്കുകയാണ്. അതെന്താണ് ഇപ്പൊ കാണിച്ചത്? നീ ഇപ്പൊ പറഞ്ഞ കൗണ്ടറില്ലേ, അത് എഴുതി വെക്കാൻ എന്റെ പേനില്ല. അതുകൊണ്ട് വായുവിലും മൂക്കുകൊണ്ട് എഴുതി വെച്ചിട്ട് ഞാൻ ഇങ്ങ് വന്നാ മറന്നു പോയിരിക്കാൻ. ഞാൻ വിചാരിച്ച് ഈച്ചയ്ക്ക് ഫ്രഞ്ച് ജ്യൂസ് കൊടുക്കണായിരിക്കും. മാമാ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ ശകുനി എന്ന് കേട്ടിട്ടുണ്ടോ? ഇല്ല, അപ്പുറത്തെ രജനി എന്ന് കേട്ടിട്ടുണ്ട്. ആ കഥ ഞാനും കേട്ടിട്ടുണ്ട് കുറെ. അതല്ല ഞാൻ പറഞ്ഞത്. പണ്ട് പുരാണത്തിന് ശകുനി എന്ന് പറഞ്ഞൊരു ക്യാരക്ടർ ഉണ്ട്. ഓഹോ. പുള്ളിക്ക് ഇങ്ങനെ വീട്ടിലോട്ട് കയറാൻ പറ്റാതെ വന്ന ഒരു അവസ്ഥയിൽ പുള്ളി ചെയ്തെന്ന് അറിയാമോ? എന്താ? ഇങ്ങനെ പതുങ്ങി പതുങ്ങി. ഹലോ, ശകുനിയുടെ കുഞ്ഞും നിന്നേ. എന്താ ഉദ്ദേശം? അകത്തോട്ട് നടക്കുകയല്ലേ, ഇറങ്ങടാ വെളിയിൽ. ആ ശകുനിയുടെ കാര്യം പോട്ട്. പണ്ട് ഗാന്ധിജി ഉപ്പ് സത്യാഗ്രഹത്തിന് എങ്ങനെയാണ് പോയത്? എങ്ങനെ? ഇങ്ങനെ. ആ ഗാന്ധിജി ഒന്നിങ്ങ് വന്നേ. എടാ കുശാഗ്ര ബുദ്ധിക്കാരനായ ശകുനി വിചാരിച്ചിട്ട് അകത്ത് കയറാൻ പറ്റിയില്ല. പിന്നെ ആ പാവപ്പെട്ട ഗാന്ധിജി ഇറങ്ങടാ വെളിയില്. അമ്മവാ, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇതെന്താണ് കവിളിലൊരു ചെറിയൊരു നുണക്കുഴി? അത് നുണക്കുഴിയൊന്നും അല്ല. നീ വെള്ളം മൂത്തപ്പ ഇടിച്ചെന്റെ അണപ്പല്ല ഇളക്കി കളഞ്ഞതാ. മാമ, ഞാൻ ഒരു കാര്യം പറയട്ടാ. അന്ന് വെള്ളത്തിന്റെ പുറത്ത് ശരി തന്നെയാണ്, എനിക്ക് സംഭവിച്ചത് തന്നെയാണ്. അത് വിവരമില്ലാത്ത ഞാൻ നിങ്ങൾ അടിച്ചെന്നും പറഞ്ഞ് അതിലും വിവരമില്ലാത്ത നിങ്ങൾ എന്നെ പറഞ്ഞ് മനസ്സിലാക്കിയല്ലേ വേണ്ടത്. എന്റെ മോനെ, അത് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ ഞാൻ വന്നതല്ലേ. അപ്പഴല്ലേ നീ എന്റെ നാക്ക് പിടിച്ച് വലിച്ച് ഭിത്തിയിൽ ഒരു ചെയ്ത് കണ്ടോ ചുമന്നിരിക്കുന്നത്? അയ്യോ, ഇത് ഞാൻ ഭിത്തിയിൽ വരച്ചുരച്ചാണോ? ഞാൻ വിചാരിച്ചു നിങ്ങൾ ഡിസൈൻ കിട്ടാൻ വേണ്ടി മറ്റേ പെയിന്റ് അടിച്ചിരിക്കുന്നായിരിക്കും. അയ്യോ എടാ ഉത്തമ, നിന്നെ ഞാൻ എന്റെ മോനെ പോലെയാണ് കണ്ടത്. അത് നാക്കിന് ഞാൻ പിടിവിട്ടപ്പോ ഞാൻ കേട്ട് ഏത് മോനായിട്ടാണ് നിങ്ങൾ എന്നെ കാണുന്നത്. അവനങ്ങനെ വരത്തുള്ളൂ. എടാ നീയല്ല, നിന്റെ അച്ഛൻ വിചാരിച്ചെന്ന് പറഞ്ഞാലും ശരി, നിന്നെ ഞാൻ പെരക്കകത്ത് കയറത്തില്ല. നിന്റെ കാര്യം തല്ലി ഓടി. ഹലോ മിസ്റ്റർ, നിങ്ങൾ അങ്ങനെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഇവിടെ വരും എന്നെ ബ്ലോക്ക് ചെയ്യുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഡാഡിയായിട്ടാ വന്നത്. എന്നോട് സംസാരിക്കാൻ എന്തിനാ നീ തടിയായിട്ട് വന്നത്? പിന്നെ തടി കൊണ്ടുവരാൻ ഞാൻ മുള്ളംകുല്ലി വേലായതിനല്ലേ. തടിയല്ല, ബിസിനസ് ലോകത്ത് ഗർജിക്കുന്ന സിംഹം. പുള്ളി വന്നു കഴിഞ്ഞാൽ കിടുകിട പറയ്ക്കും. ആ കിടുകിട പറയ്ക്കാൻ നീ എന്നടാ ഐസ് കട്ടയാണോടാ? അങ്ങനൊന്നും പറയില്ല ഡാഡി. അളിയാ, ഞാൻ അളിയന്റെ അടുത്തല്ല ഡാഡിയുടെ അടുത്താണ് വരാൻ വേണ്ടി പറഞ്ഞത്. നിങ്ങളെന്താ ഇങ്ങോട്ട് വലിച്ചേട്ടി വന്നത്? ഇങ്ങോട്ടേക്ക് വന്നാ? അതെ. എന്നോട് നിന്റെ അച്ഛൻ പറഞ്ഞു നീ പോയി അവിടെ എന്തോ പ്രശ്നം ഉണ്ടാവുന്നു പരിഹരിച്ചിട്ട് വന്നു പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പിന്നെ ആളെ മാറ്റി വിടാൻ വേണ്ടി PTA മീറ്റിംഗ് അല്ലേ ഇവിടെ നടക്കുന്നത്. എന്റെ പൊന്നളിയെ, ഞാൻ ഇവിടെ മറ്റേ തല വരുത്തി ഇരിക്കുകയാണ്. എന്താണ്? നമ്മളെ രാധു ഇല്ലേ, അവളെ വയറ് കാണാൻ ചടങ്ങാണെന്ന്. അവളെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. വന്നപ്പോഴാണ് ഇയാൾ വിലം കടിയോലെ ഫ്രണ്ടിൽ കയറി നിൽക്കുന്നത്. നിന്റെ പ്രശ്നം ആ പെണ്ണെ കാണാൻ അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. ഞാൻ ചോദിക്കാം. ആ ടിക്കറ്റിങ് എടുത്തേ. ഇതാരാ? ഞാൻ TTR. നിങ്ങൾ 2 ട്രെയിനും അല്ലേ? എന്റെ മുറ്റത്തൊന്ന് നിന്റെ പ്രശ്നം ഞാൻ പറഞ്ഞോളാം. ഓക്കേ. എന്താണ് പ്രശ്നം അതൊന്ന് കേൾക്കണം. ഇവൻ ഒരു 6 മാസം മുന്നേ എന്നെ ആഴ്ച പപ്പടമാക്കിട്ട് ഇവിടുന്ന് ഇറങ്ങിപ്പോയി ഇവൻ. ആണോടാ? അതെ. എന്നിട്ടോ ഞാനോ? അടിപൊളിയായിരുന്ന? അല്ല, ഇനി ഈ വിരലൂടെ അവ അടിച്ചോടിക്കാവുള്ളൂ. ബാക്കിയല്ല അടിച്ച് മൂലക്ക് കയറ്റി വെച്ചിട്ടാണ് അവൻ ഇറങ്ങിപ്പോയത്. അതെ. എന്താണ് ഈ കുടുമിയൊക്കെ കെട്ടി ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്? കുടുമിയോ? പിന്നെ ഇതോ? ഇത് കുടുമയല്ല, പിന്നെ മുഴയാ മുഴ.
ഈ മുഴ ഉണ്ടായത് എങ്ങനെയാന്ന് നിങ്ങൾക്ക് അറിയാവോ? എങ്ങനെയാണ്? നിന്റെ ഈ നിൽക്കുന്ന അളിയനുണ്ടല്ലോ, 6 മാസം മുന്നേ എന്റെ മോളെ ഇട്ടിട്ട് പോയല്ലെന്ന് പറഞ്ഞ് കാലെ പിടിച്ച് കരഞ്ഞപ്പോ ഫ്ലവർ ബേസിനടുത്ത് കീച്ചിയതാ. അതെ, ഒരു കാര്യം ചെയ്യും, ഇപ്പൊ അതിനെ കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. രണ്ടുപേരും ഇങ്ങോട്ട് വന്നേ. അടുത്ത് രണ്ടുപേരും ഒരു ഹാൻഡ് ഷേക്ക് അങ്ങോട്ട് കൊടുത്തേ. ഇനി ഞാൻ ഇവന്റെ ഹാൻഡ്സ് മേടിച്ച് വെച്ചിട്ട് വേണം ഞാൻ ഇവിടെ കിറങ്ങി അടിച്ച് കടന്നിട്ട് ഈ തെണ്ടിക്ക് അകത്ത് കയറി പോവാൻ. ഒരു കാരണം വെച്ചാലും ഞാൻ സമ്മതിക്കും. എന്റെ പൊന്നാളിയെ ഓഫീസിൽ ഇരിക്കുമ്പോ എനിക്ക് വെക്കാനില്ല, പിന്നെയാണ് ഇനി ഇങ്ങാർക്ക് കൊടുക്കാൻ വേണ്ടിട്ട്. എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഹാൻഡ്സിന്റെ കാര്യം അതല്ലെന്ന്. ഇങ്ങനെ വെക്കൂലേ, ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ പിടിക്കൂലേ? ജയിക്കാനാണോ ഉദ്ദേശിച്ചത്? അതെ. എന്റെ അമ്മച്ചി സത്യം പെരക്കകത്ത് കയറി അവന്റെ കാല് ഞാൻ പെട്ടും, ഉറപ്പാ. ഇതാണ് പ്രശ്നം. എന്തെങ്കിലും ഡീൽ ചെയ്യാം. ഒരു കാര്യം ചെയ്യാം. ഞാനൊരു ഐഡിയ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യുമോ നീ? പിന്നെ ചെയ്യാത്തത് എന്റെ വണ്ടിയുടെ അകത്തൊരു വിദേശി ഇരിപ്പുണ്ട്. മതാമേണ, എനിക്ക് ഇംഗ്ലീഷാണ് താല്പര്യം. പിന്നെ വിദേശ മദ്യ ഇരിപ്പുണ്ട്, അതിങ്ങനെ എടുത്തോണ്ട് പോവാ. ഞാൻ സംസാരിച്ച് സെറ്റ് ചെയ്യാം. പെട്ടെന്ന് വരാം കേട്ടാ. അതെ, അടിക്കോ? നിന്റെ ആളെ അടിച്ചു വെച്ചിട്ട് പോയേക്കുന്നു. ഇനി നീ എന്നെ കൊല്ലണം, കൊല്ല്. അതല്ലെന്ന്. പിന്നെ മദ്യം അടിക്കുമെന്ന്. മതിയോ? ചെറുതായിട്ടൊക്കെ. നമ്മുടെ സുഹൃത്ത് ഒരു ഗൾഫിൽ നിന്ന് ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്. അളിയാ, മാനുഫാക്ചറിങ് പോണ്ടിച്ചേരി ഇതല്ലേ? പോണ്ടിച്ചേരി ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന സാധനം. പോണ്ടിച്ചേരി അല്ല, പോളണ്ട്. പോളണ്ട് സാറാ. മദ്യം കൊണ്ടുവന്നിട്ട് എന്നെ വശീകരിക്കാനുള്ള പരിപാടി. അയ്യാ, വശീകരിക്കാൻ പറ്റിയ മോഹം. ഒന്ന് പുറകോട്ട് നോക്കണം. ഹേ, എന്താണ്? ഒന്നുമില്ലേ? ഇല്ല. എന്റെ പുറകോട്ട് ഒന്ന് നോക്കിയേ. ഇവിടെ ഒന്നുമില്ല. എന്നാ ഈ സെറ്റിയുടെ പുറകിലോട്ടൊന്ന് നോക്കിയേ. എന്താണ്? ഇവിടെ ഒരു ഗ്ലാസും വെള്ളം ഇരിപ്പുണ്ട്. അതിങ്ങെടുക്ക്, 2 അടി എടുത്ത് വെക്കണമെങ്കിൽ ഇവിടെ എടുത്ത് വെക്കും. ഇനി അതിന് വേറെ ആരെങ്കിലും പറഞ്ഞു തന്നെ. ഞാൻ ഒരു ഉദ്യോഗസ്ഥനാണ്. നീ ഉദ്യോഗസ്ഥനായെങ്കിലും കുഴപ്പമില്ല. ഒഴിക്കട്ടെ? ഒഴിച്ചോ. ഒഴിച്ചോ. ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പൊ വൈറലായിട്ടിരിക്കുന്നത്. നീ അങ്ങനെ കൂടുതൽ വൈറലാക്കേണ്ടത് ഞങ്ങൾ വയറ്റിലേക്ക് ആക്കാനുള്ള സാധനമാണ്. ഒഴിക്കട്ടെ? ഒഴിച്ചോ. ഉഗ്രം സാധനമാണേ. പിടി. കുറേശ്ശെ അടിക്കാവുള്ളേ. കുറേശ്ശെ അടിക്കത്തോളൂ. ഒന്ന് മുട്ടിച്ചാലോ? പിന്നെന്താ? മുട്ടിക്ക്. ഇത് മുട്ടിക്കണ കാര്യം പറഞ്ഞത്. ഇത് മുട്ടിക്കുന്ന കാര്യം ഇതൊന്നും അറിയില്ല. എന്ത് ചെയ്യാനെന്ന് പറ. വെച്ച് കീച്ചിക്കോ. കീച്ചല്ലേ? ഇതെന്തൊക്കെ അടിക്കുമ്പോ മൂക്ക് കുത്തി പിടിക്കുന്നത്? മദ്യത്തിന്റെ മണം കിട്ടാതിരിക്കാൻ. അങ്ങനെയല്ല ചെയ്യുന്നത്. ഇതിങ്ങനെ പിടിക്കണം. ഇങ്ങനെ പിടിച്ചിട്ട് ഇതിങ്ങനെ ഒരു 2 ആട്ട ആട്ടിട്ട് ഇതിങ്ങനെ പിടിക്കണം. റേഷൻ കടയിൽ മണ്ണെണ്ണ അളന്ന് കൊടുക്കുന്ന മാത്രമേ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ. ഇത് എന്തൊരു കുടിയാടോ ഇത്? ഞാൻ പോയി അച്ചാർ വാങ്ങിച്ചു തരാം. അവിടെ നിൽക്കണോ? ടച്ചിങ് വല്ല ആസ് വല്ല ഉണ്ടാ? അടുക്കള ഇരിപ്പുണ്ട് ടച്ചിങ്സ്. അടുക്കള ഇരിപ്പുണ്ട്. അവിടെ ചെന്ന് അവളുടെ വയറ് കണ്ടിട്ട് പെട്ടെന്ന് വാടാ. അല്ല ഡാഡി, അടുക്കളയിൽ എവിടെയാണ് ഈ അച്ചാർ ഇരിക്കുന്നത്? അടുക്കളയിൽ പുറകു ഭാഗത്തായിട്ട് ഇരിപ്പുണ്ട്. ആണല്ലേ? ഓക്കെ. പക്ഷെ നീ പോണ്ട, നീ വെളിയിലോട്ട് പോടാ. പുല്ലേ വേട്ടവളെ, നിങ്ങളുടെ ഞാൻ മര്യാദക്ക് പറഞ്ഞാടാ. നീ എന്ത് കണ്ടിട്ടാടാ ഇവിടെ ഇങ്ങനെ നിൽക്കണം? എന്ത് പാളിപ്പോയെന്ന്? ഞാൻ ഒരു വിധത്തിൽ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നതല്ലേ. ഒരെണ്ണം കൂടി അടിക്കാമായിരുന്നു. തീർച്ചയായിട്ടും ഒരെണ്ണം കൂടി ഒഴിച്ചു. ഞാൻ അളിയനോട് ഒരു കാര്യം ചോദിക്കും. അളിയന്റെ ഈ മീശ എന്തുവാ ഇങ്ങനെ അങ്ങിരിക്കുന്നേ? അതൊരു വലിയ കഥയാണ്. പറ. ഞാൻ ഈ താഴെ കടവിൽ നിന്നാണല്ലോ തുടങ്ങിയത്. താഴത്ത് നിന്ന് ഇങ്ങനെ വലുതായി ഇങ്ങനെ അങ്ങോട്ട് വന്നു. അതുപോലെ തന്നെ എന്റെ മീശ ഇങ്ങനെ വലുതായി. അതിന്റെ സ്മരണയിലാണ് ഞാൻ ഇതിങ്ങനെ നിർത്തിയിരിക്കുന്നത്. കഷ്ടം. മാത്രമല്ല, ഇതിപ്പോ ഇങ്ങനെ യു പോലെയല്ലേ ഇരിക്കുന്നത്. ഇത് റാ പോലെ വെക്കുകയാണെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പിള്ളേര് അളിയന്റെ മുഖം എടുത്ത് വെച്ചിട്ട് അതിന്റെ പുറത്തൂടി തറ പറ കറ എന്നെഴുതൂലേ? പിന്നെ കുഴപ്പമില്ല. ഇതിപ്പോ എങ്ങനെയുണ്ട്? കൊള്ളാം. തച്ചിലടത്ത ചുണ്ടൻ. അതല്ലേ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എടുത്തിട്ട് തുഴയണത്. അതെ, എന്താണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം? ഇവന് ഇവിടെ കേറ്റാത്തതിന്റെ കാര്യം എനിക്കറിഞ്ഞാൽ മതി. ഗുഡ് ക്വസ്റ്റ്യൻ. നിന്റെ ഈ നിൽക്കുന്ന അളിയനുണ്ടല്ലോ, ഈ നിൽക്കുന്നവൻ, അവനൊരു കുടുംബം നോക്കാനുള്ള ഇൻകം ഇല്ല. എന്നാന്ന്? അവനൊരു കുടുംബം നോക്കാനുള്ള ഇൻകം ഇല്ല. ഇല്ലല്ലേ? ഇല്ല. പറഞ്ഞവൻ. ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല ഇതുവരെ. എന്തിനാടാ ഇങ്ക ഇല്ലാണ്ട് വന്ന് പെണ്ണിനെ കെട്ടിയത്? തൈ എന്തിനാടാ അച്ചാർ പൊതിഞ്ഞ് കെട്ടാനാണ് നിനക്കിത് കിട്ടിയത്? ഇവിടെ നീ ഒന്നും മിണ്ടണ്ട. ചോദിച്ച കേട്ടടാ എന്റെ നെഞ്ചത്ത് ഇങ്ക ഇല്ലെന്ന്. എവിടെയാണ് ഇങ്ക കൊണ്ട് വെച്ചിരിക്കണത്? അളിയ, എന്റെ ബിസിനസ് എല്ലാം ചെന്നൈയിലാണ്. നിങ്ങൾക്ക് അറിഞ്ഞൂടെ? ചെന്നൈയിലല്ല, എവിടെയായാലും ബസ്സിനോ ട്രെയിനോ കയറി പോയി കൊണ്ടുപോടാ ഇൻകം. അത് മാത്രമല്ല, ഞാൻ ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്തിട്ട് ഇത്രയും വർഷമായി. എന്റെ ഇൻകം കൊണ്ടാണ് ഞാൻ ഈ കാണുന്ന എല്ലാം ഉണ്ടാക്കിയത്. എങ്ങനെ? എന്റെ ഇൻകം കൊണ്ടാണ് ഞാൻ ഈ കാണുന്ന എല്ലാം ഉണ്ടാക്കിയത്. ഞാൻ അവനോട് പറഞ്ഞിട്ടുണ്ട്, അവൻ പോയി കൊണ്ടുവരും. എന്തോന്ന്? ഇൻകം. വരുമാനം എന്നാ ഉദ്ദേശിച്ചത്. വരുമാനമാണെന്ന്.
അല്ല ഞാനും അതാണ് ഉദ്ദേശിച്ചത്. അളിയ എന്താണ് ഉദ്ദേശിച്ചത്? അല്ല ഞാൻ ഒന്നും ഉദ്ദേശിച്ചില്ല. നീ കൂടുതൽ സംസാരിക്കണ ഇവിടുന്ന് ഇവിടുന്നുള്ള എല്ലാ പരിപാടികളും നിർത്തിയേക്കണം. ഇപ്പൊ ഇറങ്ങണം ഇവിടുന്ന്. അളിയ ഞാൻ എന്റെ പെണ്ണിന്റെ വയറ് കാണാൻ വന്നതാണ്. നീ നിന്റെ പെണ്ണിന്റെ വയറ് കാണണ്ട, ഇവിടുന്ന് ഇറങ്ങണം. അതങ്ങനെ ശരിയാവും? എങ്ങനെ ശരിയാവും? അവൻ എന്റെ പരിമോനല്ലേ, അവൾ അവന്റെ ഭാര്യ, അപ്പൊ വയറ് കാണുന്ന അവന്റെ ആവാസമല്ലേ? മിസ്റ്റർ, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. ഇത് വയറ് കാണാൻ ഞാൻ സമ്മതിക്കില്ല. അവൻ വയറ് കണ്ടിട്ടാ പോകത്തുള്ളൂ. മാറിക്കടാ, നീ പോയ പെണ്ണിന്റെ വയറ് കാണണം. എങ്ങാനും കേറിട്ട് നീ എന്റെ നെഞ്ചത്ത് ആര് പറഞ്ഞു? ഞാൻ പറഞ്ഞു. അതിന്റെ ഈ കൈയാണ് വിഷയം. ഈ 2-3 ഷെഡ്യൂളായിട്ട് നീ കൈ കൊണ്ട് അറ്റ കൈയാണ് വിഷയം. ഒന്ന് നിർത്തുവോ? അയ്യോ എന്റെ പൊന്നളിയെ ഒന്ന് നിർത്തുവോ? എന്താണ്? അവള് പ്രസവിക്കാൻ കിടക്കുകയാണ്. ഒരു പെണ്ണിന്റെ പ്രസവ ചെലവെന്ന് പറഞ്ഞാൽ എന്തെന്നറിയാമോ? ആശുപത്രി ചെലവ്, സിസേറിയൻ ആണെങ്കിൽ അത്, മരുന്നിന് വേറെ, കൊച്ചിന് വേറെ, അവക്ക് വേറെ, ഇതെല്ലാം കൂടി ചെലവ് എത്രയാണ്? 3.5 ലക്ഷം രൂപയാവും. 3 ലക്ഷം രൂപ നിനക്ക് ഉറപ്പാണോ? ഉറപ്പാണ്. അങ്ങനെയാണ് ഒരു കാര്യം ചെയ്യും. മോൻ അവളുടെ വയറ് കണ്ടുവാ. അല്ല അതെന്ത് ഇപ്പൊ ഇങ്ങനെ ഒരു മാറ്റം? പ്രഭാകരപിള്ളക്ക് വാശിയേ ഉള്ളൂ, കാശില്ല. പ്രഭാകര നല്ല സ്കിറ്റായിരുന്നു. കലക്കി. കുഴപ്പമില്ലായിരുന്നു. ഒരാൾ പുതിയതാണോ? അതെ അതെ അതെ. കിരണോ പേര്? കിരൺ. കുടുംബത്തിലേക്ക് സ്വാഗതം കേട്ടോ. കിരൺ എവിടെയാ സ്ഥലം? ട്രിവാൻഡ്രം, നെയ്യാറ്റിൻകര. നേരത്തെ ഏതെങ്കിലും ട്രൂപ്പിൽ കളിക്കുകയോ മിമിക്രി ആയിട്ടോ അല്ലെ ഇതേപോലെ സ്റ്റേജുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? തിരുവനന്തപുരത്ത് ട്രൂപ്പിലൊക്കെ കളിച്ചിട്ടുണ്ട്. ശബ്ദം ഇത്രയേ ഉള്ളൂ അതോ ഇതിനുണ്ടോ? അത് സ്കിറ്റ് കളിച്ച് പകുതി അങ്ങ് പോയി. ശബ്ദം പോയോ? കുറച്ചുകൂടെ ഒന്ന് എന്താണ് ആക്ടിങ് എല്ലാം കുഴപ്പമില്ല. കുറച്ചുകൂടെ ശബ്ദത്തിൽ കുറച്ചുകൂടെ ഒന്ന് ലൈവ് ആയിരുന്നെങ്കിൽ നന്നായിരുന്നു കേട്ടോ. സാരമില്ല, കുറച്ച് സമയം കൊണ്ട് നമുക്ക് പഠിച്ചെടുക്കാനുള്ളതേ ഉള്ളൂ. അതിനുള്ള ഏരിയ ആണ് ഇത്. നന്നായിരുന്നു കേട്ടോ. വിനോദം കൊള്ളായിരുന്നു, നീയും കൊള്ളായിരുന്നു, നല്ല സ്കിറ്റായിരുന്നു. പക്ഷെ കുറച്ചുകൂടെയൊക്കെ തമാശയുണ്ട്. നല്ലൊരു ത്രെഡായിരുന്നു കേട്ടോ. ഒരു സ്വന്തം ഭാര്യയുടെ വയറ് കാണാൻ അനുവാദമില്ലാത്തൊരു ഭർത്താവ്, അതിൻ്റെ കാരണങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു. അത് കുറച്ചുകൂടി ഒന്ന് വട്ടം എത്തിച്ചിരുന്നെങ്കിൽ നല്ല രസമായിട്ടിരുന്നേനെ. എന്തൊക്കെയോ ഒരു ചെറിയ ചെറിയ പോരായ്മകളുണ്ട്. ചില സാധനങ്ങൾ കൈ നീട്ട് അവിടെ നിന്ന് പറയിപ്പിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. നന്നാക്കി എടുക്കാമായിരുന്ന ഒരു സാധനമായിരുന്നു കേട്ടോ. നല്ലൊരു നമ്മുടെ ഇവിടെ ഈ വേദിയിൽ വരാത്തൊരു സാധനമാണ് നിങ്ങളെടുത്ത കണ്ടന്റ്. ആ കണ്ടന്റ് കുറച്ചൊന്ന് ആത്മാർത്ഥമായിട്ട് പ്രയത്നിച്ചിരുന്നെങ്കിൽ നന്നായിട്ട് കൊണ്ടുപോകാവുന്നൊരു സാധനമായിരുന്നു. സാരമില്ല, ഇതിപ്പോൾ ഒരാൾ പുതിയത് വന്നതല്ലേ, പുള്ളിക്ക് ഈ സ്റ്റേജുമായിട്ടൊന്ന് ബാലൻസ് ആയി വരണം. അതെ, അടുത്ത പ്രാവശ്യം നന്നാക്കി എടുക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. സ്ഥിരമായിട്ട് സ്റ്റേജുകളിൽ അല്ലെങ്കിൽ നമ്മുടെ റിയാലിറ്റി ഷോകളിൽ വരുന്ന സ്കിറ്റുകളിൽ നിന്നും വ്യത്യസ്തമായ പ്രമേയമായിരുന്നു നസീർ പറഞ്ഞ പോലെ. വേണ്ടത്ര ഹാസ്യം അതിനകത്ത് കയറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. കിരൺ സത്യം പറഞ്ഞാൽ വേറെ ഒരു പ്രൊഫഷൻ അല്ലേ കിരണിന്റെ അല്ലേ? ചെയ്യുന്നുണ്ട്. ഞാൻ ഇപ്പൊ സെക്യൂരിറ്റി വർക്കൊക്കെ ചെയ്യുന്നുണ്ട്. ഏതായാലും കുറച്ചുകൂടെ കോമഡി വർക്കൗട്ട് ചെയ്യണം. നിങ്ങളുടെ പ്ലേ എല്ലാം നന്നായിരുന്നു, നല്ല നല്ല പെർഫോമൻസ് ആയിരുന്നു നിങ്ങളുടെ, അതെല്ലാം നന്നായിരുന്നു. പിന്നെ ഈ സബ്ജക്റ്റ് നന്നായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ പോലെ ഹ്യൂമർ കുറച്ചുകൂടെ വരണം. വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ സ്റ്റേജ് എന്ന് പറയുന്നത് എപ്പോഴും നസീർ പറഞ്ഞ പോലെ ചിരിക്കാനുള്ള വേദിയാണിത്. അപ്പം അടുത്ത പ്രാവശ്യം കുറച്ചുകൂടെ ഗംഭീരമായിട്ട് അവതരിപ്പിക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. കിരൺ ഉഗ്ര പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ഞാൻ കോമഡി പറയാൻ പോകുന്നു എന്നുള്ളതിൻ്റെ തയ്യാറെടുപ്പോ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കോമഡി ആണെന്നോ ചിന്തിക്കാതെയാണ് വളരെ ലൈഫായിട്ടാണ് പെർഫോം ചെയ്തത്. അത് നല്ല എക്സ്പീരിയൻസ്ഡ് ആർട്ടിസ്റ്റുകൾക്കേ പറ്റുള്ളത്. അത്ര മെയിൻറ്റെയിൻ ചെയ്ത് ടങ് സ്ലിപ്പ് ഇല്ലാതെ വളരെ ഉഗ്രനായിട്ട് പെർഫോം ചെയ്ത്. നിങ്ങൾ 3 പേരും ഗംഭീര ആർട്ടിസ്റ്റുകളാണ്, വെൽ റിഹേഴ്സ്ഡ് ആയിരുന്നു. അതുകൊണ്ട് ധൈര്യപൂർവ്വം മുന്നോട്ട് പോവുക. ഇന്ന് ഹാസ്യത്തിൻ്റെ ലേശം അസ്ക്യത മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ പെർഫോമൻസ് വൈസ് നിങ്ങൾ ഗംഭീരമായിരുന്നു. ഒരു ഡയലോഗ് പോയാൽ തന്നെ അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരാനുള്ള കഴിവുകളൊക്കെ ഉള്ളതുകൊണ്ട് അടുത്ത പെർഫോമൻസിൽ നിങ്ങൾ പൊളിക്കും, പിടിക്കും, ഉറപ്പാണ്. അല്ല, ചില സ്ഥലങ്ങളിൽ കിരണ ബാക്കിൽ നിന്നോണ്ട് ആ വൈഫിനെ ഒന്ന് കാണാൻ എത്തി നോക്കുന്ന ആ പോർഷനൊക്കെ നല്ല രസമായിരുന്നു. കുറച്ചുകൂടെ ഒന്ന് ലൈവ് ആയാൽ മതി. കിരണിനെ കണ്ടാലൊരു മിമിക്രി ആർട്ടിസ്റ്റ് ആയിട്ട് തോന്നുന്നില്ല. അവൻ IT പ്രൊഫഷണൽ. ഇവനിപ്പോ കല്യാണം മാട്രിമോണിയിൽ ഇപ്പൊ കല്യാണം നടക്കും, ഉറപ്പാണ്. ഈ കിരണ്ട എനിക്ക് കേട്ടാൻ താല്പര്യമൊന്നുമില്ല. അപ്പൊ അവൻ കുറച്ച് അടിച്ചു പൊളിച്ച് നടക്കട്ടെ. വെറുതെ കൊടുത്തിട്ടേക്ക്, നിന്റെ ഈ ഡ്രസ്സിൽ തന്നെ കൊടുത്തിട്ടേക്ക്. ഇപ്പൊ താല്പര്യം ഈ സ്കിറ്റിന്റെ പൈസ വാങ്ങിക്കാനുള്ള ഫസ്റ്റ് കന്നി പൈസ വാങ്ങിക്കാൻ നിൽക്കുക. അതാരാണ് ആദ്യത്തെ കൊടുക്കുന്നത്? ഞാനൊരു 8,000 തുടങ്ങുന്നു. 8,000. 8,000 രൂപ. രണ്ടാമത് ആരാ കൊടുക്കുന്നത്? ഞാനൊരു 10,000 രൂപ. 10,000 പറഞ്ഞിട്ട് തെറ്റിക്കാൻ പോന്നു. 18,000 രൂപ ആയിട്ടുണ്ട്. ബാക്കി ഞാനും ഇതാ കുഴപ്പമില്ലാത്തൊരു എമൗണ്ട്. ടോട്ടൽ എമൗണ്ട് 40,000 രൂപ. കുഴപ്പമില്ല, ഇത് ഒരു തുടക്കമാവട്ടെ. ഉഷാർ സ്കിറ്റുകളൊക്കെ ചെയ്യാൻ പറ്റട്ടെ കേട്ടോ.
അപ്പൊ ശരി കേട്ടാ, കലക്കം നമുക്ക്. ഫ്ലവേഴ്സ് കോമഡി ഇത് ഐറ്റം വേറെ ലിറ്റിൽ സൂപ്പർ സ്റ്റാർസ് ആണ് വരാൻ പോകുന്നത്. ട്രിപ്പിൾ എ ബാറ്ററി സൈസിലും ഉണ്ടാവുള്ളൂ, പക്ഷെ വരാൻ പോകുന്ന പവർ അടിപൊളിയായിരിക്കും. അങ്ങനത്തെ ടീമാണ് വരാൻ പോകുന്നത്. ആര്യ, ആരാധ്യ, അനിരുദ്ധ്. ഓക്കെ, നല്ല കൈയടി. എന്ത് നല്ല സ്ഥലമല്ലേ. എന്റെ ചുരിദാറാണാ? എന്റെ ചുരിദാറല്ലേ ഈ സ്ഥലം. ഇവിടെ ബാഹുബലി പിടിച്ചത്. നിങ്ങളുടെ വിരൽ തുമ്പിലോ? എന്റെ വിരൽ തുമ്പിലല്ലെന്ന്. ഇവിടെ ബാഹുബലി സിനിമ പിടിച്ചത്. അതിന് ബാഹുബലി അല്ലല്ലോ സിനിമ പിടിച്ചത്, രാജ്മൗലി അല്ലേ? ദയവ് ചെയ്ത് ഇതാരും സീരിയസ് ആയിട്ട് എടുക്കരുത്, ചിരിച്ചങ്ങ് തള്ളിയേക്കാ. എടി, ഇവിടെ ബാഹുബലി സിനിമയുടെ ചില ഭാഗങ്ങൾ പിടിച്ചതെന്ന്. അതൊക്കെ എനിക്കറിയാം. ഇതിലെ അല്ലേ ആ ശിവകാശി അമ്മ? ശിവകാശിയല്ലടി, തെങ്കാശി. എടി, ശിവകാമി അമ്മ. ആ, ശിവകാമി അമ്മ കുഞ്ഞിനെ എടുത്തോണ്ട് ഇങ്ങനെ ഒഴുകി 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 പോയത്. ഈ പെദ്രടി ശിവകാമിയമ്മയുടെ കാര്യം പറഞ്ഞ് എന്തേ? നീ ശിവകാമിയമ്മയുടെ കാര്യം പറഞ്ഞപ്പോ എനിക്ക് എന്റെ അമ്മ ഓർമ്മ വന്നടി. അങ്ങനെങ്കിലും നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയെ ഓർമ്മ വന്നല്ല. മനുവേട്ടാ, നമ്മൾ ഇവിടെ ട്രിപ്പിന് വന്നതുകൊണ്ടല്ലേ അമ്മയെ കൊണ്ടുവരഞ്ഞത്. വേറെ എവിടേക്കാണെങ്കിലും നമ്മൾ അമ്മയെ കൊണ്ടുപോയില്ലല്ലോ. എന്റെ ഈ വർത്താനം എനിക്ക് സൈക്കിളില്ല കേട്ടല്ല. ഇത് കഴിഞ്ഞാ നമ്മള് ബാംഗ്ലൂർക്കും മൂന്നാറൊക്കെ പോവല്ലോ. അന്നേരം നമുക്ക് അമ്മയെ ഉറപ്പായിട്ടും കൊണ്ടുപോകണം. നിങ്ങൾ ഇനി ഒന്നും പറയണ്ട, ഞാൻ പറയുന്നതേ അങ്ങ് ശ്രദ്ധിച്ച് കേട്ടാ മതി. പറ. അതെ, നാളെ നമുക്കൊരു കുഞ്ഞുണ്ടായി കഴിഞ്ഞാ. കുഞ്ഞോ? നാളെ കുഞ്ഞൊന്നും വേണ്ട. നാളെ കുഞ്ഞുണ്ടായി കഴിഞ്ഞാൽ 27 ദിവസം കഴിയുമ്പോ നൂലിട്ട് നടത്തണം. അതിനുള്ള കാശൊന്നും എന്റെ കയ്യിലില്ല. അതുകൊണ്ട് നാളെ കുഞ്ഞു വേണ്ട, നാളെ കുഞ്ഞു ക്യാൻസൽ. എന്റെ മനുവേട്ടാ, ഞാനൊരു ഉദാഹരണം പറഞ്ഞതാ. അതാണോ? പിന്നെ എന്റെ ചേച്ചി കല്യാണം കഴിഞ്ഞപ്പോ ചേട്ടനോടൊന്ന് വെള്ളച്ചാട്ടം കാണണമെന്ന് പറഞ്ഞതേയുള്ളൂ. അപ്പൊ തന്നെ കൊണ്ടേ കാണിച്ച്. എവളെ ചേച്ചിയുടെ വെള്ളച്ചാട്ടം എന്താണെന്നറിയാവോ? എവളെ ചേച്ചി വെള്ളച്ചാട്ടം കാണണമെന്ന് പറഞ്ഞപ്പം ഒരു മഗ്ഗിൽ ഇത്തിരി വെള്ളം എടുത്ത് തലയിൽ വെച്ച് എന്നിട്ട് ഇങ്ങനെ തുള്ളി കാണിച്ചു കൊടുത്തു. അതായി അവളെ ചേച്ചിയുടെ വെള്ളച്ചാട്ടം. ഓ, അതൊക്കെ പോട്ടെ, നമുക്കൊരു ഐസ്ക്രീം കഴിച്ചാലോ? ഐസ്ക്രീം വേണ്ട, പനി വരും. എന്നാ വേണ്ട, നമുക്ക് പൊറോട്ടയും ബീഫും കഴിക്കാം. കൊളസ്ട്രോൾ വരും. എന്നാ പിന്നെ ഒന്നും കഴിക്കണ്ട, വിശപ്പ് വരൂലേ? അതല്ലേ ഞാൻ പറഞ്ഞത്, കഴിക്കാന്ന്. നമ്മള് കഴിച്ചല്ലോ. എന്ത് കല്യാണം? ഓ, ഇനിയിപ്പോ ഒന്നും കഴിച്ചില്ലേലും വേണ്ട, നമുക്ക് ആ കുളത്തിലെങ്കിലും ഒന്ന് ഇറങ്ങാം. കുളത്തിൽ ഇറങ്ങണ്ട, അവിടെ ഒരു പാമ്പ് പത്തി വിടർത്തി നിൽക്കുന്ന ഞാൻ കണ്ടതാ. പാമ്പ്? അതും പത്തി വിടർത്തി? പിന്നെ പാമ്പ് പത്തി വിടർത്തി അല്ലാതെ കൊടയും വിടർത്തി നിൽക്കോ? കൊടയും വിടർത്തി കുളത്തിനോടോ നിൽക്കുക. പാമ്പിന്റെ സേവ് ദ ഡേറ്റ് എടുക്കുവാന്നോ അവിടെ? നിങ്ങൾ ആ കുളത്തിന്റെ അടുക്കൊന്നും പോണ്ട, പാമ്പ് പിടിച്ച് കൊത്തും. കൊത്താൻ അത് പാമ്പല്ലേ, അല്ലാതെ കോഴിയൊന്നും അല്ലല്ലോ. മടവേട്ടാ, അത് നീ നേരത്തെ അടിച്ച രാജ്മൗലി അവിടെ കിടന്ന് ചീഞ്ഞ് നാറുന്നതിനെ മണം തന്നെ. അയ്യോ, അതല്ല മനുവേട്ടാന്ന്. മായേ. അമ്മായിയാ? അമ്മായി അല്ല, മായേന്ന്. മനുവേട്ടാ. ഹലോ. അയ്യോ, ചീത്ത വിളിക്കല്ലേ, ചീത്ത വിളിക്കല്ലേ. ഞാൻ അടച്ചോളാം. രമണി അടച്ചോ? ശാന്ത് അടച്ചോ? പ്രിയ അടച്ചോ? ആ, പ്രിയനൊക്കെ ഒന്ന് സൂക്ഷിച്ചോ. പൈസ കൊടുത്താ തിരിച്ചു തരാത്ത ടീമാ. 3 മണിയാകുമ്പോ സാറ് വരൂലേ? ആ, അപ്പത്തേക്കൊക്കെ ഞാൻ അടച്ചോളാം. ഇന്നിനിയിപ്പോ ആരെ പറ്റിക്കും? ആ, ഇന്നത്തെ അടവടക്കാനുള്ളതായി. മഹാരാജ പോലൊരു പയ്യൻ, മഹാറാണി പോലൊരു പൊണ്ണ്, നിങ്ങൾക്ക് ധനനഷ്ടം സംഭവിക്കാൻ പോകുന്നു. അത് പറയാൻ നിങ്ങൾ ആരാ? 50 രൂപ തന്നാ ഉള്ളതുപോലെ പറയും. 100 രൂപ വരെ ഉള്ളതുപോലെ പറയാതിരിക്കാൻ പറ്റും. എന്താ ചേട്ടാ? ഒന്നുമില്ല മായേ. മായ ഉണ്ട്, മായ പ്രശ്നമുണ്ട്. 50 രൂപ തന്നാ 100 രൂപയുടെ കാര്യം പറയാം. 50 100 പറ. ഇനി ഒരു 100 രൂപയും കൂടി താ. 50 രൂപ തന്ന 100 രൂപയുടെ കാര്യം പറയാന്ന് പറഞ്ഞിട്ട് 50 രൂപ ഇപ്പൊ തന്നോ? ഞാൻ 100 രൂപ ചോദിച്ചില്ലേ? ചോദിച്ചു. അപ്പൊ 100 രൂപയുടെ കാര്യമായില്ലേ? 50 രൂപ തന്നാ 100 രൂപയുടെ കാര്യം പറയും, 100 രൂപ തന്നാ 200 രൂപയുടെ കാര്യവും പറയും. അമ്മച്ചി, 50 രൂപ 100 രൂപയുടെ കാര്യം, 100 രൂപ 200 രൂപയുടെ കാര്യം ഞാനില്ലെങ്കിൽ ഒന്നും ഉറപ്പിച്ചില്ലേ? 50 രൂപ 50 രൂപയുടെ കാര്യം പറയണം, 100 രൂപ 100 രൂപയുടെ കാര്യം പറയണം. നമുക്ക് കിട്ടുന്ന ശമ്പളത്തിന്റെ പണിയെ നമ്മൾ ചെയ്യാവൂ. വെറുതെ ഓരോന്ന് വെറുതെ അങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നും ഇല്ല, മനസ്സിലായോ? ഇന്നത്തെ ലോൺ അടയ്ക്കാനുള്ളതായി ഞാൻ ഉറപ്പായിട്ടും അടയ്ക്കും. പിന്നെ 1000 രൂപ തന്നെ ഞാൻ മുഴുവൻ കാര്യവും പറഞ്ഞുതരാം. അയ്യോ വേണ്ടേ, ഇതുപോലത്തെ കൊറേ തട്ടിപ്പ് ഞാൻ കണ്ടിട്ടുള്ളതാ. തൽക്കാലം വേണ്ട. ഞങ്ങൾക്ക് ഇതിലൊന്നും വിശ്വാസമില്ല. അഥവാ ഞങ്ങൾക്ക് വിശ്വാസം വരണമെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നൊരു സംഭവം പറ. പറ. അമ്മ. അമ്മേ? ആരുടെ അമ്മ? അതല്ല അമ്മ, നമ്മൾ
നമ്മള് തമിഴില് പൊണ്ണുങ്ങളെ അമ്മാന്ന് കൂപ്പിടും. ഞാൻ സൊല്ലട്ട് വാ. അടച്ചിട്ട് ചൊല്ലു. നീങ്ക രണ്ടാളും രണ്ട് നാളല്ലേ? അതെ അതെ അതെ. ആ നീങ്കക്ക് ഒരു കുളന്ത പിറന്ന മൂന്നാമതൊരു നാൾ വരും, അതായത് മുന്നാൾ. അങ്ങനെ സംഭവിച്ചാ നിങ്ങൾ ഒരാൾ മാത്രമേ ജീവനോടെ ഇരിക്കൂ. ചേട്ടാ, നമ്മുടെ കാറിന് ആരോ ഡോർ തുറക്കാൻ നോക്കുന്നുണ്ട്. എടി, കാറിന് അലാറം അടിച്ചല്ലേ, എന്റെ വോക്കൽ കോഡിന്ന് വന്നതാ. ഇവളിതൊക്കെ തയ്ക്കുമെന്നീശ്വരാ. കല്യാണം കഴിഞ്ഞ് ഞാനൊരു സാരി പോലും മേടിച്ചു കൊടുത്തില്ല. അതിനു മുമ്പേ വെള്ളസാരി ഉടുക്കാനാണല്ലോ ദൈവമേ എന്റെ ഭാര്യയുടെ വിധി. പറ, അവളുടെ സമാധാനത്തിന് വേണ്ടിയെങ്കിലും മരിക്കുന്നത് ഞാനെന്നും അവള് ജീവിക്കുമെന്നും പറ. പറ, മരിക്കുന്നത് ഞാനെന്നും പറ. സംശയമൊന്നും വേണ്ട, നീ തന്നെ. ഒന്നുകൂടെ പറയാനാ? ഒന്നുകൂടെ നോക്കാം. അതിന്റെ ആവശ്യമില്ല ചേട്ടാ, വേണ്ടായിട്ടാ. നമ്മൾ കൺഫേം ആക്കിയതല്ലേ, അത് ദോഷം. അത് എന്നാലും ഒന്നും കൂടെ നോക്കേണ്ട ആവശ്യമില്ല. ശാസ്ത്രം പിഴക്കില്ല. ശാസ്ത്രം പഠിക്കില്ലെന്ന് പറയാ, കായോ? അയ്യോ, ശാസ്ത്രം പഴുക്കില്ലെന്നല്ല, ശാസ്ത്രം പിഴക്കില്ല. അങ്ങനെ. ആ കൈ കാണിച്ചേ. ഹസ്തരേഖ, യജുരേഖ, സോമരേഖ, ആയുർരേഖ. ഇട്ട് കൊല്ലാൻ വന്നതാണ്. അയ്യോ, അതല്ല. ആയുർരേഖയ്ക്ക് എന്തോ ഒരു കുഴപ്പം. എന്തോ പ്രശ്നം? അത് തന്നെ ഞാനും ആലോചിക്കുന്നത്. അല്ല, ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അതിലൊരു പ്രശ്നത്തിന്റെ പ്രതിവിധി, നിങ്ങൾ കുടുംബക്ഷേത്രത്തിൽ പോയി 1001 തിരി കത്തിക്കണം. കുടുംബക്ഷേത്രത്തിൽ പോയി 1001 തിരി. ഈ 1001 തിരി കത്തിക്കണേ പോരെ 1001 തവണ ശയനപ്രദർശനം ചെയ്താൽ മതിയാ? തിരി കത്തിക്കാൻ ചേട്ടാ, ശയനപ്രദർശനം ചെയ്താലേ ദേഹം മൊത്തം മുറിയും. എടി, ഈ കാലത്തെ വെളിച്ചെണ്ണയുടെ വില വെച്ച് 1001 തിരി കത്തിക്കണേക്കാട്ടി നല്ലത് 1001 തവണ ശയനപ്രദർശനം ചെയ്യണതാണ്. വന്ന് 1 കിലോ വെളിച്ചെണ്ണയുടെ വില പോലും ഇല്ലാതെ മനുഷ്യർക്ക്. മറ്റു പ്രതിവിധി വല്ലതും ഉണ്ടോ? അമ്പലത്തിൽ പോയി അർച്ചന നടത്തിയാ മതി. അച്ഛന നടത്താനും പറ്റത്തില്ല, അച്ഛനെ കാലം മൊത്തം ആണിയാ. അയ്യോ, നിന്റെ അർച്ചന നടത്തുന്ന കാര്യമല്ല ഞാൻ പറഞ്ഞത്. അമ്പലത്തിൽ പോയി അർച്ചന വഴിപാട് കഴിക്കണോ എന്ന്. അത് കൊള്ളാം. എന്റെ ദോഷം മാറാൻ വേണ്ടി നടത്തണ വഴിപാട് അർച്ചന പോയി കഴിച്ചിട്ട് എന്ത് കാര്യം? ഞാനും എന്റെ പെണ്ണും പിള്ളേയും കൂടെ പോയിരുന്നു കഴിക്കും. മോള് ഗൾഫിലല്ലായിരുന്നോ? അതെ. എങ്ങനെ മനസ്സിലായി? ഫോട്ടോ കണ്ടിട്ടല്ലേ ഇവൻ ഇഷ്ടപ്പെട്ടത്. നേരിട്ട് കണ്ട് 2 വാക്ക് സംസാരിക്കുകയാണെങ്കിൽ ഈ കല്യാണം നടക്കില്ലായിരുന്നു. അതെന്താ? കാരണം അമ്മാതിരി സാധനല്ലേ ഇവന്റെ വായെന്ന് വരുന്നേ. ചേട്ടൻ എന്തെങ്കിലും ദോഷമുണ്ടോ? ഉണ്ട്, നല്ല വിവരദോഷമുണ്ട്. വേറെ എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ? നാളത്തെ ടിക്കറ്റാന്ന് പറഞ്ഞാൽ എനിക്കൊരെണ്ണം വേണം. അയ്യോ, അതല്ല. നാളത്തെ ഒരു ദിവസം കഴിഞ്ഞാ മഹാഭാഗ്യവാ. അയ്യോ, നാളത്തെ ഒരു ദിവസം പെട്ടെന്ന് കഴിയാൻ വല്ല വഴിയുണ്ടോ? അത് തന്നെ ഞാനും ആലോചിക്കുന്നത്. അല്ല, നാളെ മഹായാനത്തിന് മുന്നേ 5000 രൂപ വെച്ചൊരു അടവ് അങ്ങ് ചെയ്യാം. അടവോ? പഴുതടച്ചൊരു പൂജ അങ്ങ് ചെയ്യണം. 5500 തരാം. ശരിയാവോ? ശരിയാക്കും. ഫോണിൽ ഗൂഗിൾ പേ കൊടുക്കാം. പിന്നെ പൈസ തരാണേതാ, ഈ ഗൂഗിൾ പേയിലേക്ക് അയച്ചേക്ക്. ദക്ഷിണയും കൂടി കൂട്ടിക്കോ. 6000 ഇട്ടിട്ടുണ്ട്. ഇനി എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഇനി നിങ്ങൾ ഒന്നും ചെയ്യണ്ട. ഇനി എന്നെ പോലെയുള്ള ആരെയും കാണരുത്, കണ്ട സംസാരിക്കാനും നിൽക്കരുത്. നിങ്ങൾക്ക് ധനനഷ്ടം സംഭവിക്കും. അതായത് നിങ്ങളെ പൈസ പോവെന്ന്. ഓ, പിന്നെ ധനനഷ്ടം സംഭവിക്കില്ല, ഒരു കുന്നം സംഭവിക്കത്തില്ല. നമ്മൾ ആരെന്ന് അറിയത്തില്ല, നമ്മളെ പൈസ പറ്റിച്ചോണ്ട് പോകുന്നു. ഇവർക്കൊന്നും നമ്മളെ പറഞ്ഞാൽ മനസ്സിലാവില്ല. എന്തായാലും ട്രിപ്പിന് വന്നതുകൊണ്ട് ഒരു ദോഷം മാറി കിട്ടി. വാ, നമുക്ക് പോവാം. നിന്ന നിപ്പില് ഇപ്പൊ അവന്റെ 6000 രൂപ പോയിട്ടേ ഉള്ളൂ. എന്നിട്ടും അവന്റെ ഒരു ഓവർ കോൺഫിഡൻസ് കണ്ടില്ലേ? ധനനഷ്ടം സംഭവിച്ചില്ലെന്ന് പോലും. ഇതുപോലുള്ള ആളുകളുണ്ടായ ഞാൻ ഇനിയും ലോൺ അടയ്ക്കും. ഇത് ഐറ്റം വേറെയുടെ ലിറ്റിൽ സൂപ്പർ സ്റ്റാർസ് ആണ്. ഈ കൈയടി പോരാ. ചേട്ടാ, ഇങ്ങനെയുള്ള കൈനോട്ടക്കാരെ കണ്ടിട്ടുണ്ടോ? കണ്ടുണ്ട്. ഉണ്ട്. നല്ല ഒബ്സർവേഷൻ ആയിരുന്നു കേട്ടോ. അസലായിട്ട് ക്യാരക്ടർ ഒബ്സർവ് ചെയ്തു. നിങ്ങൾ രണ്ടുപേരും ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടാ. നല്ല കെമിസ്ട്രി ഉണ്ടായിരുന്നു. അതിലേക്ക് ആരാധ്യ വന്നപ്പോ ഭയങ്കര രസമുണ്ടായിരുന്നു. ആ ചേഞ്ച് ഓറി നിങ്ങൾ തമ്മിലുള്ള ഇതും അതുമല്ല, നല്ലൊരു മെസ്സേജും കൂടിയാണ് കൊടുത്തേക്കണത്. ഇതുപോലെ പറ്റിക്കുന്ന ഒരുപാട് പേരുണ്ടാവും. ഇത് നന്നായിട്ട് പറയുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും കേട്ടോ. പക്ഷെ ഇത് പറ്റിക്കുന്ന ആളാണ്. അത് ആദ്യം വന്നപ്പോൾ തന്നെ പറഞ്ഞല്ലോ, എന്റെ ലോൺ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണെന്നുള്ളത്. അപ്പൊ ദ ബെസ്റ്റ് ആയിരുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു പ്രസാദ്. ആരാധ്യ, ഒരു ചെറുപ്പത്തിലെ ഒരു അമ്മയുടെ റോള് അവതരിപ്പിച്ച് നന്നായിട്ട് എങ്ങനെയാ വിജയിപ്പിച്ചതെന്ന് ആലോചിക്കായിരുന്നു. നമ്മുടെ നാട്ടിലെ വിസ തട്ടിപ്പ് മുതൽ ഒരുപാട് തട്ടിപ്പുകളുണ്ട്. നമ്മുടെ നാട്ടിലെ ആൾക്കാർ എന്നെ ഒന്ന് പറ്റിക്കൂ എന്ന് പറഞ്ഞ് കാശും കൊണ്ട് നടക്കുന്ന ഒരുപാട് പേരുണ്ട്.
അതിൽ പെടുന്ന രണ്ടുപേരാണ് തൊട്ട് അപ്പുറത്തും ഇപ്പുറത്തും നിൽക്കുന്നവര്. അല്ല, നമ്മൾ അവരെ പറ്റി ഒട്ടും സഹതപിച്ചിട്ട് കാര്യമില്ല. എത്ര പേരാണ്. പെർഫോമൻസ് എല്ലാം നന്നായിരുന്നു കേട്ടാ. ഓൾ ദ ബെസ്റ്റ്. അടുത്ത പ്രാവശ്യം തകർത്തു പോവാ. കുറെ കോമഡിയും കൂടെ ആഡ് ചെയ്ത് കൊണ്ടുപോവാ. മോന്റെ ഡാൻസ് ഒക്കെ ഗംഭീരമായിരുന്നു. രണ്ടുപേരും കൂടെയുള്ള ഡാൻസ് പൊരിച്ചു കേട്ടോ. ഓൾ ദ ബെസ്റ്റ്. സംഭവം കൊള്ളായിരുന്നു. നമുക്ക് മെസ്സേജും അതേപോലെ ത്രെഡും ഒക്കെ കൊള്ളാം. പക്ഷെ നമ്മുടെ ഷോയുടെ ഏറ്റവും മെയിൻ എന്താണ്? കോമഡി. ചിരിക്കുക എന്നുള്ളതാണ്. ചിരിയുടെ കൂട്ടത്തിൽ വേണം ഇതൊക്കെ സപ്ലൈ ചെയ്യാനായിട്ട്. ചിരിയാണ് നമുക്ക് ആവശ്യം. നിങ്ങൾക്ക് ഏൽപ്പിച്ച ഭാഗം നിങ്ങൾ വളരെ വൃത്തിയായിട്ടും വളരെ മനോഹരമായിട്ടും 3 പേരും ചെയ്തു. അപ്പോൾ എന്തായാലും സ്ക്രിപ്റ്റ് സെലക്ട് ചെയ്യുമ്പോൾ അത് ചെയ്തു തരുന്ന മാമന്മാരോട് നല്ല നല്ല മെസ്സേജുള്ള സ്ക്രിപ്റ്റുകൾ തന്നു. പക്ഷേ ആ കൂടെ തമാശയും കൂടെ വേണം. പക്ഷെ ചിരിയുടെ കാര്യത്തിലൂടെ കുറച്ചുകൂടി ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, 3 പേരും നന്നായിട്ട് ചെയ്തു കേട്ടോ. അടിപൊളിയായിരുന്നു. അടുത്ത പ്രാവശ്യം ഇതിലും ഗംഭീരമാക്കുക. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അപ്പോ കാശല്ലേ? എത്രയാണ്, ആരാണ് ആദ്യം കൊടുക്കുന്നത്? ചേട്ടാ, ഞാൻ ഒരു 8,000 തുടങ്ങാം. 8,000 രൂപ. ഞാൻ 8,000 അല്ല, ഞാൻ ഒരു 2 രൂപയുടെ കൂടി ഒരു 10 രൂപ കൊടുക്കുകയാണ്. 18,000 രൂപ. തിരിച്ചേട്ടാ, ടോട്ടൽ 35,000 രൂപ. നല്ല എമൗണ്ട് ആണ്. പക്ഷെ നമുക്ക് വേണ്ടത് ഇതിന് മേളിൽ പോണം. അടുത്ത പ്രാവശ്യം നിങ്ങൾ അടിപൊളിയായിട്ട് പറഞ്ഞേ. ബൈ ബൈ ബൈ. ഓക്കെ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. ടിനിച്ചേട്ടാ, പ്രസാദ് ഏട്ടാ, നസീർക്ക, നമുക്ക് കൂടുതൽ ചിരിക്കാനും കൂടുതൽ സ്കിറ്റ് കാണാനും അടുത്ത എപ്പിസോഡിൽ കാണാം. അതുവരെ ദിസ് ഇസ് ബൈ ഫ്രം ജീവ ആൻഡ് ബൈ ഫ്രം ഫ്ലവേഴ്സ് കോമഡി. ഇത് ഐറ്റം വേറെ.